സ്നേഹം നിറഞ്ഞ സ്വർഗസ്യ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസന്നിധത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് എല്ലാം നന്നായി ചെയ്തിരിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ പാതാരബന്ധത്തില് കർത്താവെ ഞങ്ങൾ വീണ് വണങ്ങുന്നു. പത്മോസ് ദ്വീപില് അവിടുത്തെ മഹത്വത്തെ കണ്ട ആ യോഹന്നാൻ അപ്പോസ്തലനെ പോലെ കർത്താവെ ഞങ്ങളും ഞങ്ങളുടെ ഒരു സ്വയത്തിലൊരു ബലമില്ലാതെ ഞങ്ങളെ കർത്താവെ അങ്ങേ സാഷ്ടാംഗം പ്രണമിക്കട്ടെ, വീണ് വണങ്ങട്ടെ, മരിച്ചവനെ പോലെ വീഴട്ടെ കർത്താവെ. അതെ കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ മഹത്വം കാണുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കത്തില്ല. അത്ര അത്ര അനന്യനായ, അത്ഭുതവാനായ, അതിശയവാനായ, കാരുണ്യവാനായ, സ്നേഹവാനായ, തേജസ്സുള്ളവനായ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ കർത്താവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങൾ അങ്ങപ്രത്യങ്ങം കർത്താവെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളും ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവെ അവിടുത്തേതാണ്. അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് അവിടുന്ന് എല്ലാം ചെയ്തെന്നോർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുവചനം വീണ്ടും ധ്യാനിക്കുവാനായിട്ട് ഞങ്ങളെ കർത്താവെ അങ്ങേ കാതോർക്കുവാനായിട്ട് ഞങ്ങളെ വീണ്ടും അവിടുത്തോട് ചേർന്ന് വന്നിരിക്കുമ്പോൾ യേശുവേ, നിത്യജീവന്റെ മൊഴികൾ അവിടുത്തെ പക്കലുണ്ട്. ഞങ്ങൾ അങ്ങേ വിട്ട് എങ്ങോട്ട് പോകും കർത്താവെ? ഞങ്ങൾ നിസ്സഹായതയോട് അങ്ങയിലേക്ക് നോക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് കർത്താവെ അവിടുത്തെ ആ സ്നേഹത്തിന് തിരുക്കരങ്ങൾ ഞങ്ങളുടെ തോളത്ത് ചേർത്ത് വെച്ച് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് തിരുവായി മുഴിഞ്ഞ് കർത്താവെ ഞങ്ങളോട് അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ ആബിദിനേരം അറിയാൻ തിരഞ്ഞെടുത്ത നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവെ അവിടുത്തെ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ, വിധേയത്വത്തിൽ, സ്വസ്ഥതയോടെ അവിടുത്തെ പാദപീഠത്തിൽ ഇരുപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ ഉണർത്തണം, ഉത്സാഹിപ്പിക്കണം. അവിടുന്ന് നാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാം യേശുവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം വാക്യപ്രതിവാക്യമായിട്ട് വളരെ നാളുകളായിട്ട്, മാസങ്ങളായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. നമ്മൾ വാക്യപ്രതിവാക്യം, വാക്യപ്രതിവാക്കായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വരെ നമ്മൾ എത്തി. 8-ാമത്തെ വാക്യത്തിലെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. സ്വർഗരാജ്യത്തിൽ ആരൊക്കെ അവകാശമാക്കത്തില്ല എന്നുള്ള കാര്യം അവിടെയൊക്കെ പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് ആരെല്ലാം അവകാശമാക്കുമെന്ന് പറയുന്നുണ്ട്. അത് വെളിപാട് 21-ന്റെ 7 ആരാണ് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ അവകാശമാക്കുന്നത് എന്നുള്ള കാര്യം അവിടെ വെളിപാട് 21-ന്റെ 7 പറഞ്ഞിട്ട് വെളിപാട് 21-ന്റെ 8 ആരൊക്കെ അവകാശമാക്കുകയില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പരിശുദ്ധാത്മാവ് കൂറിയിട്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ കോണ്ടെക്സ്റ്റ്, സന്ദർഭം, യേശു കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ജീസസിന്റെ സെക്കൻഡ് കമ്മിങ്, യേശുവിന്റെ സെക്കൻഡ് കമ്മിങ് ഇനി അടുത്തു. കർത്താവ് ഇനി വരാൻ പോവുക. അപ്പൊ നമ്മൾ റെഡിയായിട്ട്, ഫെയ്ത്ത്ഫുൾ ആയിട്ട്, വിശ്വസ്തരായിട്ട് ആയിരിക്കണം. കർത്താവ് വന്ന് ഒരു 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ഭരിച്ചതിന് ശേഷം പിന്നെ സാത്താന്റെ ന്യായവിധി, സാത്താന്റെ ന്യായവിധിക്ക് തൊട്ട് മുമ്പായിട്ട് അവിശ്വാസികളുടെ ന്യായവിധി, അതിനുശേഷം അവസാനം ഈ സാത്താനെയും കൂടെ പിടിച്ച് തീപ്പൊയ്കയിലോട്ട് തള്ളിയിടുന്ന കാര്യമൊക്കെ വെളിപാട് 20-ന്റെ 10 നമ്മൾ വായിച്ചു. വെളിപാട് 20-ന്റെ 10 നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാക്യമാണ്. ഫൈനൽ ട്രയംഫിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ആ സാക്മൻ ബ്രദറിന്റെ ആ പുസ്തകത്തിന് വേഴ്സ് ടു വേഴ്സ് ബൈബിൾ സ്റ്റഡി, വേഴ്സ് ടു വേഴ്സ് റെവലേഷൻ ബൈബിൾ സ്റ്റഡിക്ക് വെളിപാട് പുസ്തകത്തിന്റെ പഠനത്തിന് വേറെ അന്തിമ വിജയം, ഫൈനൽ ട്രയംഫ് അല്ലെങ്കിൽ ഫൈനൽ വിക്ടറി, കടശി വിക്ടറി എന്നാണ് നമ്മുടെ തമിഴിലെ സഹോദരങ്ങൾ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു പേരിട്ടേക്കുന്നത്. വെച്ചാൽ ആ വലിയ ഫൈനൽ ട്രയംഫ് ആ ഒരു സാത്താനെ തീപ്പൊയ്കയിൽ ഇടുന്ന കാര്യം അവിടെ വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യം. സാത്താൻ നമ്മളുടെ ഭൂതകാലത്തെ ഓർപ്പിച്ച് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയ സാത്താനെ അവന്റെ ഭാവി കാലത്തെ ഓർപ്പിച്ച് നമ്മളെ വിരട്ടിക്കോണം. അപ്പൊ ആ വിരട്ടാനുള്ള വാക്യമാണ് ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. വെളിപാട് 20-ന്റെ 10 എന്ന് പറയുമ്പോൾ സാധാരണ പിന്നെ അധികം അധികം താങ്ങി തൂങ്ങി നിൽക്കത്തില്ല. അവൻ പെട്ടെന്ന് വാലും ചുരുട്ടി ഓടിക്കോളും. 3 × 10⁸ മീറ്റർ/സെക്കൻഡിൽ ഓടും. അതെന്താ അങ്ങനെ? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്തിന്റെ സ്പീഡാ? ലൈറ്റിന്റെ സ്പീഡാ. നിങ്ങളിനി ഫിസിക്സിലൊക്കെ പഠിക്കും. 3 × 10⁵ കിലോമീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പൊ അത്രയും, അതായത് 3 കഴിഞ്ഞിട്ട് 8 0, 3 0 ഇട്ട 3000, 8 0 ഇട്ട നമുക്ക് എങ്ങനെയാ വായിക്കേണ്ടത് അറിയത്തില്ല. അതുപോലെ വലിയൊരു ലെക്ക അത്രയും മീറ്റേഴ്സ് ഒരു സെക്കൻഡിൽ അത്രയും മീറ്റർ താണ്ടി അങ്ങ് പോകും. അത്രയും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യും. ലൈറ്റ് വീണത് പോലെയാണ് അവൻ, ലൈറ്റനിങ് പോലെ, മിന്നൽ പോലെ അവൻ വീണു എന്നൊക്കെ നമ്മൾ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മിന്നലിന്റെ വേഗത്തിലാണ് അവന്റെ സഞ്ചാരം. അപ്പൊ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും എന്ന് എവിടാ പറഞ്ഞിരിക്കുന്നേ? സാത്താൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ഹി വിൽ ഫ്ലീ അവേ ഫ്രം us.
ജെയിംസ് യാക്കോബിന്റെ ലേഖനം 4:7 വാക്യത്തിലാണ് പറയുന്നത്. അവിടെ എന്താ അതിന്റെ ഫുൾ വാക്യം വെറുതെ ആ ആദ്യം അത് തുടങ്ങുന്നത് എങ്ങനെയാ? സബ്മിറ്റ് ദെയർഫോർ ടു ഗോഡ്. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവിൻ. നമുക്ക് വെറുതെ സാത്താനെ അങ്ങ് റെസിസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. യേശുവിന്റെ നാമത്തിൽ യഥാർത്ഥത്തിൽ യേശുവിന് അധികാരത്തോടു കൂടി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ അങ്ങ് കീഴടക്കി കൊടുക്കണം. അപ്പം ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനെ എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് യാക്കോബ് 4:7 വാക്യത്തിൽ പറയുന്നത്. അപ്പം ആ വെളിപാട് 20:10 നമ്മളെ കൂടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പിശാചിനെ നമ്മൾ പേടിക്കേണ്ടതില്ല, മറിച്ച് പിശാച് നമ്മളെയാ പേടിക്കേണ്ടത്. എന്ന് വെച്ചാൽ പിശാച് ഒരു തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്, അവന് ആയുധമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ കർത്താവിന്റെ വരവിന് ഏറ്റവും അടുത്തു. പിന്നെ 1000 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ രാജാവായിട്ട് വാഴും. നമ്മൾ കർത്താവിൻ്റെ കൂടെ വാഴേണ്ടവരാണ്. ഇന്നും നമ്മൾ കർത്താവിൻ്റെ കൂടെ നമ്മളുടെ ആത്മാവില് പാപത്തെ ജയിച്ചുകൊണ്ട്, പാപത്തെ എന്ന് പറയുമ്പോൾ ജഡത്തെ, ലോകത്തെ, പിശാചിനെയൊക്കെ നമ്മൾ ജയിച്ചുകൊണ്ട് വാഴുകയാണെങ്കിൽ അന്ന് കർത്താവിൻ്റെ കൂടെ നമ്മളും വാഴും. അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ച, ആ 1000 വർഷക്കാലം മില്ലനിയൽ റെയിന് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി ഉണ്ടാകും. അതിനുശേഷം സാത്താനെ തീപ്പൊയ്കെ പിടിച്ച് തള്ളിയിടും. അതിനുശേഷം എന്തുണ്ടാവും? ഇപ്പോൾ ഉള്ള കാണുന്ന എല്ലാം, ഈ കാണുന്ന പ്രപഞ്ചവും ഈ ഭൂമിയും എല്ലാം അഗ്നിക്കിരയാവും. അഗ്നിക്കിരയാവും എന്ന് പറയുമ്പം നമ്മളെ ഹൗസ് ഡെഡിക്കേഷന്റെ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പുതിയ വീടാണെങ്കിലും ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ദാനമായിട്ട് തന്ന പുതിയ വീടാണെങ്കിലും എല്ലാം അഗ്നിക്കിരയാവും. അപ്പം 2 പത്രോസ് 3:10 എന്താ, എല്ലാം അഗ്നിക്കിരയാവും. എവറിത്തിങ് വിൽ ബി ബേൺഡ് ബൈ ഫയർ എന്ന് എവിടെ പറയുന്നത്? 2 പീറ്റർ 3:10. 2 പത്രോസ് 3:10 വാക്യത്തിൽ എവറിത്തിങ് വിൽ ബി ബേൺഡ് വിത്ത് ഫയർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുക, അല്ലെങ്കിൽ പുതിയ പ്രപഞ്ചവും. ആകാശം എന്നുള്ള വാക്കിന് സ്വർഗമെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യും. പുതിയ സ്വർഗവും, ഔറാനസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് സ്വർഗമെന്നും ആകാശമെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. പുതിയ ആകാശം അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും. അങ്ങനെ അവിടെ കടലുണ്ടായിരിക്കത്തില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ അതൊക്കെ പറഞ്ഞതാണ്. 21:1 കടലുണ്ടായിരിക്കത്തില്ല. ആദ്യം ആദിയിലെ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച് പിന്നീട് സാത്താന്റെ അല്ലെങ്കിൽ പ്രധാന ദൂതൻ ലൂസിഫർ എന്നറിയപ്പെടുന്ന പ്രധാന ദൂതന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് കടലുണ്ടായ കാര്യം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിൽ നിന്നൊക്കെ കണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ദൈവം നമ്മളോടുകൂടി വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കൂടാരത്തെക്കുറിച്ച് അതിന്റെ 3-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നതും കർത്താവിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെക്കുറിച്ച് വെളിപാട് 21-ന്റെ 2-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം കർത്താവ് നമ്മുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ എല്ലാം തികഞ്ഞിരിക്കുന്നു, എല്ലാം കർത്താവ് പുതുതാക്കുന്നു. 5-ാമത്തെ വാക്യം നമ്മളുടെ ജീവിതത്തിലും കർത്താവ് ഇന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ പുതുതാക്കുന്നതിന്റെ ഒരു തുടക്കമായിട്ടാണ് വീണ്ടും ജനനത്തിൽ ഒരു പുതുജനനമാണ്. അത് കഴിഞ്ഞിട്ട് എഴുതി വെക്കുക, ഇതെല്ലാം എഴുതി വെക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഗ്രാഫോ ഗ്രീക്കിൽ റൈറ്റ് എന്നുള്ള വാക്കിനെ ഗ്രാഫോ എന്ന് പറയുന്നത്. നമ്മളെ ഗ്രാഫ്, ഓട്ടോഗ്രാഫ്, ഇലക്ട്രോകാർഡിയോഗ്രാഫ്, ടെലിഗ്രാം, ഗ്രാഫോ എന്നുള്ള വാക്ക് എഴുതുക. അപ്പം നമ്മൾ ഇത് പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനോട് എഴുതുക എന്ന് പലതവണ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ കാര്യവും, അങ്ങനെ 12 തവണ പറയുന്ന കാര്യം 7 തവണ 7 സഭകളോടുള്ള ദൂതിനോടുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. ഇത് ഇന്ന സഭയ്ക്ക് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് 7 തവണ, പിന്നെ 5 തവണ എഴുതുക എന്ന് പറയുന്നതിൽ അവസാനത്തെ എഴുതുക എന്നുള്ള ഒരു എക്സോട്ടേഷനാണ് നമ്മളിവിടെ വെളിപാട് 21-ന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിച്ച് റൈറ്റ്. അപ്പൊ നമ്മളും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, നന്മകളൊക്കെ എഴുതി വെക്കുന്നത് നമ്മളുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഒരു നോട്ട് പാഡിലോ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡറിലോ ഒക്കെ നമുക്ക് വീണ്ടും ഒന്ന് എടുത്ത് നോക്കാൻ തക്കവണ്ണം അത് എഴുതി വെക്കുന്നത് ഒരു ദൈവികമായ ഒരു നല്ല ശീലമാണ്. പിന്നെ കർത്താവ് ആൽഫ ഒമേഗയാണെന്ന് 6-ാമത്തെ വാക്യം പിന്നെന്താ പറയുന്നേ? എല്ലാം തികഞ്ഞിരിക്കുന്നു, ഇറ്റ് ഈസ് ഡൺ. കർത്താവ് ആൽഫ ഒമേഗയാണ്, ആദ്യ അന്തമാണ്. സൗജന്യമായിട്ട് കുടിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ജീവജലം തരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട്, ആർക്ക് ഇത് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇത് ആരുടെ പേരില്ല? ഇപ്പം വലിയൊരു വസ്തു കിടക്കുന്നത്, ഇത് ആരുടെ പേരിലുള്ള വസ്തുവാ, ഇത് ആരുടെ പേരിലായി കെട്ടിടം എന്നൊക്കെ ആൾക്കാർക്ക് അറിയാൻ വലിയ താല്പര്യമാണ്. അപ്പം ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആരുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ ജയിക്കുന്നവന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അത് 7-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇപ്പൊ അവൻ എനിക്ക് കുഞ്ഞുമായിരിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ എനിക്ക് മകനുമായിരിക്കും. മകൻ അല്ലെങ്കിൽ ഹുയാസ് എന്ന് പറഞ്ഞൊരു പദം അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
മക്കൾ എന്നുള്ള അർത്ഥത്തിൽ ടെക്നോൺ എന്ന് പറഞ്ഞ പദമാണ് യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവൻ ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ മക്കൾ, കുഞ്ഞുങ്ങൾ, ഓഫ്സ്പ്രിങ് എന്നുള്ള അർത്ഥത്തിൽ ടെക്നോൺ എന്ന് പറഞ്ഞൊരു പദവും അവിടെ യോഹന്നാൻ 1:12 ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അത് കുഞ്ഞുങ്ങൾ, നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്നു എന്നാൽ പക്വതയെ സൂചിപ്പിക്കുന്ന, മെച്യൂരിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഹുയാസ്, മകൻ, പുത്രൻ എന്നുള്ളൊരു വാക്ക്. അപ്പൊ ആ പദമാണ് ഇവിടെ ആ ജയിക്കുന്നവൻ അവൻ എനിക്ക് മകനുമായിരിക്കും, അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു സാധാരണ ജയിക്കുന്നവര്, ലോകവ്യവസ്ഥയെ ജയിക്കുന്നവര്, ഈ ജഡത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തെ, ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തെ, സെൽഫ് അല്ലെങ്കിൽ ഫ്ലഷ്, അതിനെ ജയിക്കുന്നവരാണ് ആ ഒരു പക്വതയിലേക്ക് വരുന്ന. അവരാ കർത്താവിന്റെ മകനായിട്ട്, പുത്രനായിട്ട്, പുത്രിയായിട്ടൊക്കെ ഇതെല്ലാം അവകാശമാക്കി തീർക്കുന്ന വലിയൊരു എസ്റ്റേറ്റ് മുതലാളിക്ക് ഒരു കൊച്ചു കുഞ്ഞ്, 2 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ പേരിൽ ഇത് വരേണ്ട വസ്തുവാ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനിത്, ഈ 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ഇനിയിപ്പോ 2 വയസ്സ് പ്രായമായാലും അല്ലെങ്കിൽ ഇപ്പൊ 10 വയസ്സ് പ്രായമായാലും ഈ കുഞ്ഞിനത് കൈകാര്യം ചെയ്യാൻ ഒക്കൂ? ഇല്ല. അത് കുഞ്ഞാ. അതിന് ഈ കെട്ടിടം ഇതൊക്കെ നോക്കി നടത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് നിയമപരമായിട്ട് അവകാശമാണെങ്കിൽ പോലും അത് കൈയാളാനുള്ള ഒരു പക്വത ആയിട്ടില്ല. എന്ന് പറയുന്ന പോലെ നമ്മള് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിട്ട് അങ്ങ് തുടരുക, ഒരു പക്വതയിലേക്ക്, പാപത്തെ ജയിക്കുന്ന, ലോകത്തെ ജയിക്കുന്ന, സാത്താനെ ജയിക്കുന്ന അങ്ങനെ ഒരു പക്വതയിലേക്ക് നമ്മൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അവകാശമായിട്ട്, ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ അവകാശമായിട്ട് കൈയാളുവാൻ അത് ആത്മീയ അധികാരത്തോടെ അവിടെ ആയിരിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് നമ്മൾ കർത്താവിൽ വളരുകയും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെങ്ങനെ വളരാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മളിപ്പോഴും പറയുന്ന പോലെ ക്രൂസിന്റെ വഴി എന്ന് പറഞ്ഞാൽ വളരാൻ നമ്മൾ ചിലർ വിചാരിക്കും ബൈബിൾ പരിജ്ഞാനം കൂടുതലുണ്ടെങ്കിൽ വളരും, ചിലർ വിചാരിക്കും കൂട്ടായ്മ കൂടുതലുണ്ടെങ്കിൽ വളരും, ചിലർ വിചാരിക്കും കൂടുതൽ അഭിഷേകം വന്നിറങ്ങി, അഗ്നി വന്നിറങ്ങുമ്പോഴത്തേക്കും അങ്ങ് വളരും. എന്നാൽ യഥാർത്ഥത്തിലുള്ള വളർച്ച ക്രൂസിലൂടെയുള്ളൂ. ശരിയാണ്, വചനം നമുക്ക് അറിയണം, ആ വചനം നമ്മളെ ഇതിലേക്ക് നയിക്കണം. ആ വചനം എന്ന് പറഞ്ഞ കർത്താവിന്റെ ഹിതമാണ്. ആ ഹിതത്തിന് നമ്മളെ തന്നെ കീഴടങ്ങണം. അതാ ക്രൂസിന്റെ വഴി. അതായത് വചനപരിജ്ഞാനം വേണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയിലൊരു പരിജ്ഞാനമായിട്ട് നിൽക്കുന്ന, നമ്മളെ ചീർപ്പിക്കുന്ന ഒരു അറിവായിട്ടല്ല, മറിച്ച് അതൊരു വെളിപ്പാടായിട്ടായിത്തീരത്തക്ക വണ്ണം ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് മുമ്പാകെ, ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വചനം നമുക്കൊരു വെളിപ്പാടായിട്ട്, അനുഭവമായിട്ട്, ആക്കി തീർക്കുമ്പോൾ അതാണ് ക്രൂസിന്റെ വഴി. വചനം നമുക്കൊരു വെളിപ്പാടായിട്ട്, അതായത് എപ്പോഴും സന്തോഷിക്കുമെന്ന് എന്ന് പറയുമ്പം ഏതൊരു സാഹചര്യത്തിലും ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പം അതൊരു അനുസരണമായി, അനുഭവമായി. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. അപ്പൊ അതൊരു ഫിലിപ്പിയൻസ് 4:4 എന്നൊരു വചനമായിട്ട് ജസ്റ്റ് കോട്ട് ചെയ്യുകയല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും എനിക്ക് സന്തോഷിക്കാൻ കഴിയും, ഐ ക്യാൻ ചൂസ് ടു റിജോയ്സ് എന്ന് വെച്ചാൽ അവിടെ അത് വർദ്ധമാനമായിട്ട് ഇൻക്രീസിങ് മെഷറിൽ വർദ്ധിക്കുന്ന ഒരളവിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സന്തോഷമുള്ളപ്പം അത് അനുഭവമായിട്ട് മാറും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ പക്വത പ്രാപിക്കുന്നത് ഏത് വഴിയിലാന്ന് വെച്ചാൽ ക്രൂസിന്റെ വഴിയിൽ വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, കൂട്ടായ്മയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ക്രൂസിലേക്ക് നയിച്ചാൽ, അതായത് നമ്മളുടെ ആ സ്വയത്തിന്റെ ഒരു മരണത്തിലേക്ക് നയിച്ചാലേ അത് നമ്മളുടെ വളർച്ചയിലേക്ക് അത് കാരണമായി തീരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞേ, ലോകത്തിന് തരാൻ കഴിയാത്തതായിട്ടുള്ളൊരു സമാധാനം കർത്താവിന് നമുക്ക് തരാൻ കഴിയും. അപ്പം കർത്താവ് അതുപോലൊരു സമാധാനം നമ്മുടെ ആത്മാവിൽ പകരുമ്പോൾ നമുക്കതൊരു അനുഭവമായിട്ട് മാറിത്തരും. അപ്പം വചനം വേണം, പക്ഷെ അത് അനുസരണത്തിലേക്ക്, വിധേയത്വത്തിലേക്ക്, കീഴടങ്ങലിലേക്ക് നയിക്കുന്ന, അനുഭവമായി തീരുന്ന, വെളിപ്പാടായി തീരുന്ന ഒരു വചനമായിരിക്കണം. പിന്നെന്താ, പരിശുദ്ധാത്മാവിന്റെ നിറവ് തീർച്ചയായിട്ടും വേണം. എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ചാടിത്തുള്ളി പറഞ്ഞതുള്ളി എന്തെങ്കിലുമൊക്കെ കലകലകലാന്ന് എന്തെങ്കിലുമൊക്കെ കൃത്രിമമായിട്ട് പറയുന്ന തരത്തിലുള്ള വ്യാജമായിട്ടുള്ള അന്യഭാഷാനുകരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, മറിച്ച് ദൈവം തരുന്നെങ്കിൽ യഥാർത്ഥത്തിലുള്ള അന്യഭാഷ, അല്ലെങ്കിൽ ദൈവം തരുന്നില്ലെങ്കിലും യഥാർത്ഥത്തിലുള്ള ദൈവം അന്യഭാഷയുടെ വരം തന്നാലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ഒരു ശക്തിയും സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ, ദൈവത്തിന്റെ ജീവൻ നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം. അത്
ആ, അത് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾ അത് ക്രൂശിന്റെ വഴിയിലാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവ് ഉണ്ടാകത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിന് നമ്മൾക്ക് നമ്മളിൽ അതുപോലെ നിറയാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആ നിറവിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ക്രൂശിന്റെ അനുഭവത്തിലൂടെ പോകണം. അതായത് ക്രൂശിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എൻ്റെ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നമ്മളെ അധികമായിട്ട് നിറയ്ക്കുകയും അതാ നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവും വചനവും കൂട്ടായ്മയും എല്ലാം വേണം. കൂട്ടായ്മ എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ ബാക്കിയുള്ള സൗരങ്ങളുമായിട്ട് ഒരുമിച്ച് പോകുമ്പം ചില കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പ് കാണാൻ നമുക്ക് എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല. പക്ഷെ എങ്കിലും നമ്മൾ നമ്മുടെ സ്വയത്തിന് മരിച്ച് ദൈവാത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ കൂട്ട സൗരങ്ങളെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു കൂട്ടായ്മയുണ്ട്, ആത്മാവിലൊരു വണ്ണസ് ഉണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയും വചനവും പരിശുദ്ധാത്മാവും എല്ലാം നമ്മളെ സഹായിക്കുന്നു. പക്ഷെ എല്ലാം ആ ക്രൂശിന്റെ വഴിയിലൂടെയാണ് ഈ വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ പക്വത പ്രാപിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? അങ്ങനെ ആ ദൈവത്തിന് കർത്താവിന്റെ മകനായി തീരുന്ന ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ നിന്ന്, ടെക്നോൺ എന്നുള്ള നിലയിൽ നിന്ന് ഹുയാസിലോട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് എന്നുള്ള നിലയിൽ നിന്ന് ഒരു പക്വതയുള്ള പുത്രൻ പുത്രി എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ജയിച്ച് ക്രൂശിന്റെ വഴിയിൽ വചനത്തിന്റെ വെളിപ്പാടോടുകൂടി അനുഭവത്തോടുകൂടി അനുസരണത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി കൂട്ടായ്മയോടുകൂടി നമ്മൾ ആ ക്രൂശിന്റെ വഴിയിലാണ്. ക്രൂശിന്റെ വഴി അല്ലെങ്കിൽ പുതിയ ജീവനുള്ള മാർഗം, പുതിയതും ജീവനുള്ള വഴി എന്നൊക്കെയാണ് ഈ ക്രൂശിന്റെ മാർഗത്തെ എവിടെ വിളിക്കുന്നത്? എബ്രായർ 10:19-20 വാക്യങ്ങളിൽ ന്യൂ ആൻഡ് ലിവിങ് വേ. അതിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള വളർച്ചയുള്ളത്. നമ്മൾ കുഞ്ഞെന്നുള്ള മകനായി തീർന്നതല്ല അവകാശമാക്കി തീർക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരും. അങ്ങനെ ജയിക്കുന്നതിനെ കുറിച്ചുള്ള ആ വാക്യങ്ങളൊക്കെ നമ്മൾ പലതവണ അത് 2-3 ആഴ്ചകൾ തന്നെ നമ്മൾ ആ ജയിക്കുക എന്നുള്ള വാക്കിന്റെ പിന്നാലെ ആയിരുന്നു. ഞാനതിന് പിന്നെയും പറയാൻ പോകുന്നില്ല. എന്താ 28 തവണ പുതിയ നിയമത്തിൽ ജയിക്കുക, നിക്കാവൂ എന്ന് പറഞ്ഞ ആ ഗ്രീക്ക് പദമുണ്ട്. അതിൽ 16 തവണയും അത് വെളിപാട് പുസ്തകത്തിൽ അത് 8 തവണ 7 സഭകളോടുള്ള ദൂതിൽ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 8 തവണ ബാക്കിയുള്ള പലയിടങ്ങളിൽ പറയുന്നതൊക്കെ ആ റെഫറൻസ് എല്ലാം നമ്മൾ നോക്കി നമ്മൾ ജയിക്കുന്നവരായിരിക്കണം. എസ്പെഷ്യലി നമ്മൾ അന്ത്യകാലത്ത് ജീവിക്കുന്ന വിശ്വാസികൾ എന്ത് ജയിക്കണം? പരീക്ഷ ജയിക്കുന്ന കാര്യമാണ്, പരീക്ഷ ജയിക്കണം. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ എവിടെ ജയിക്കണം? നമ്മളുടെ സ്വയത്തെ ജയിക്കണം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ജയിക്കണം. അതായത് കർത്താവിൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നതാണ് ജഡം എന്ന് പറയുന്നത്. ആ ജഡത്തെ ജയിക്കണം. അങ്ങനെ ജഡത്തെ ജയിക്കുമ്പോൾ ഈ ലോകവ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ? പിന്നെ പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതൊക്കെയാണ് ഈ ലോകത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ. അതിനെയൊക്കെ നമ്മൾ ജയിക്കുന്നു, ഈ ലോകവ്യവസ്ഥയെ ജയിക്കുന്നു. ആ ലോകത്തിന്റെ അധിപതിയായിട്ട് ആരാ ഉള്ളത്? പിശാചുണ്ട്. ലോകത്തിന് അധിപതിയായിട്ട് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണെന്ന് 1 യോഹന്നാൻ 5:19 വാക്യത്തില് 1 John 5:19 വായിക്കുന്നുണ്ട്. എഴുതിയിട്ട് 1 John 5:19 എന്താ എഴുതിയേക്കുന്നത്? ദ ഹോൾ വേൾഡ് ലൈസ് അണ്ടർ ദ ഈവിൾ വൺ. പിശാചിന്റെ അധീനതയാണ് ഈ ലോകം മൊത്തം ഉള്ളത്. അപ്പൊ ആ പിശാചിനെയാണ് നമ്മൾ ജയിക്കുന്നത്. അപ്പൊ അങ്ങനെ ജയിക്കുമ്പോഴേ നമ്മൾ ഇതെല്ലാം അവകാശമാക്കി തീർക്കുന്ന പുത്രന്മാരായി തീർന്നത്. എന്നാൽ ജയിച്ചില്ലെങ്കിൽ ജയിക്കാത്തവരുടെ കാറ്റഗറിയാണ്. പിന്നെ 21-8 വാക്യം വെളിപാട്, നമ്മുടെ ഇപ്പൊ കറണ്ട് ലൊക്കേഷൻ എവിടെ? വെളിപാട് 21-8 വാക്യം. അവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കും. അതിനകത്ത് ആ ലിസ്റ്റിനകത്ത് ആദ്യത്തെ ആ കാറ്റഗറി നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു. എന്താ? ഭീരുക്കൾ. അവിടെ എന്നാൽ എന്ന് പറയുമ്പോൾ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി, അവർക്കുള്ള ഓഹരി എവിടാന്ന് ചോദിച്ചാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അല്ല, തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ എത്രയും, അത് രണ്ടാമത്തെ മരണം. അതാണ് നിത്യമായിട്ടുള്ള മരണം. ഈ തീപ്പൊയ്കയിലുള്ള അവസ്ഥയിലേക്കാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ഡെത്ത് എന്ന് പറയുന്നതെന്ന് ഇവിടെ വെളിപാട് 21:8 നമ്മളിപ്പം വായിച്ചു. അതിന് തൊട്ട് മുമ്പേ എവിടെ വായിച്ചു? രണ്ടാം മരണത്തെ കുറിച്ച് അതിന്റെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. സെക്കൻഡ് ഡെത്ത് എവിടെ? 20 അധ്യായത്തിന്റെ വെരി ഗുഡ് 14 വാക്യം നോക്കിക്കേ, ഉണ്ടോന്ന്? വെളിപാട് 20:14 നോക്കിയോ? അവിടെ സെക്കൻഡ് ഡെത്ത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ മരണം, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ ഈ തീപ്പൊയ്ക ആരൊക്കെയാ തീപ്പൊയ്കയിലുള്ളതെന്ന് ചോദിച്ചാൽ ഭീരുക്കൾ. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ വീണ്ടും ജനിച്ച് വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഈ കാറ്റഗറിയെ കുറിച്ച് എന്തോ അധികം ചിന്തിക്കാനുള്ളേ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ വീണ്ടും ജനനത്തിന് ശേഷവും ഇതുപോലെയുള്ള കാര്യം, ഭീരുത്വം, അവിശ്വാസം, അറയ്ക്കപ്പെടുന്ന തരത്തിലുള്ള ദുർനടപ്പ് മാതിരിയുള്ള പാപങ്ങള്, കൊലപാതകം, ദുർനടപ്പ്, ക്ഷുദ്രം, ബിംബാരാധന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പല പല വകഭേദങ്ങൾ ഒരു വീണ്ടും ജനിച്ച വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വന്നുകൂടുന്നില്ല. അവന് അതിൽ തന്നെ അഭിരമിച്ച് അവന്
തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി വീണ്ടും 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 പാപം ചെയ്തുകൊണ്ടേയിരുന്ന, മാനസാന്തരപ്പെടാതെ പാപം ചെയ്തുകൊണ്ടേയിരുന്ന അവന് വിശ്വാസത്തിൽ നിന്ന് തന്നെ വീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് ദൈവവചനത്തിൽ നമ്മൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കാണുന്നത്. ഇപ്പം വീണ്ടും ജന്മം പ്രാപിച്ചു, അതുകൊണ്ട് വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നുള്ളത് പിശാചിന്റെ ഡോക്ടറിനാണ്, പിശാചിന്റെ ഉപദേശമാണ്, കാൽവിനിസ്റ്റുകളുടെ ഉപദേശമാണത്. അതൊരു ദുരുപദേശമാണ്. അങ്ങനെ ഒരു ഉപദേശിയെ യഥാർത്ഥത്തിൽ ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ വീണു പോകുന്നതിനെ കുറിച്ചുള്ള വാർണിങ്സ് ആണ് വചനത്തിൽ മൊത്തം. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൽ വീണുപോയാൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി രക്ഷപോയി എന്നൊന്നും അല്ല ഇനി പറഞ്ഞു വരുന്നത്. തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം പറയുമ്പോഴത്തേക്കും മറ്റേ എക്സ്ട്രീമിലോട്ട് കൊണ്ടുപോയി അങ്ങനെ ആരും വിചാരിക്കരുത്. നമ്മൾ പാപത്തിൽ വീണ്ടും ജനിച്ച് വിശ്വാസിക്കാൻ പാപത്തിൽ വീണു പോകാം. എത്ര തവണ വേണമെങ്കിലും പാപത്തിൽ പോയെന്ന് വരാം. അവൻ്റെ അശ്രദ്ധ കാരണം, അവൻ്റെ അവൻ്റെ സമർപ്പണമില്ലായ്മ കാരണം. എന്നാൽ എത്ര തവണ, ഇനിയിപ്പം 10,000 തവണ 10 കോടി തവണ പാപത്തിൽ വീണാലും അവൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത് ഉപേക്ഷിക്കുകയില്ലെന്ന കർത്താവ് യോഹന്നാൻ 6:37 പറയുന്നത്. ഐ വിൽ നെവർ കാസ്റ്റ് ഔട്ട് ഹി ഹു കംസ് ടു മീ, ഐ വിൽ നെവർ കാസ്റ്റ് അവേ. നമ്മൾ എത്ര തവണ നമ്മൾ വീണു പോയാലും കർത്താവിൻ്റെ അടുക്കിലേക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരത്തോടെ വന്ന കർത്താവിനെ സഹായിക്കണേ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ വീണുപോയി, എന്നെ കർത്താവ് പാപിയാണേ, രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞ് അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സഹായിക്കണേ എന്നുള്ളൊരു നിലവിളിയോടെ നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന കർത്താവ് ക്ഷമിക്കും, എത്ര എത്ര തവണ നമ്മൾ വീണു പോയാലും. എന്നാൽ നമ്മൾ ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഒരു ബലഹീനതയാണ്, ഇതൊക്കെ ലോകത്തിലുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും വലിയ പാപമൊന്നുമല്ല, ഇതൊക്കെ എങ്ങനെ ന്യായീകരിച്ച് പാപത്തെ പാപമല്ലെന്നുള്ള രീതിയിൽ ന്യായീകരിച്ച് അതിൽ തന്നെ അങ്ങ് തുടരുകയും ഒരു മാനസാന്തരം ഇല്ലാതെ അങ്ങനെ അതിൽ തന്നെ അങ്ങ് തുടരുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദൈവവചനത്തെ കൂട്ടിക്കളയാൻ തുടങ്ങും, ദൈവവചനത്തിലുള്ള വിശ്വാസം പോയി തുടങ്ങും, കൂട്ടായ്മ പോയി തുടങ്ങും. അങ്ങനെ അല്ലെങ്കിൽ വേറൊരു സുവിശേഷം, ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിലോട്ട് ചിലപ്പം വീണുപോകും. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി രക്ഷ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പാപത്തിൽ വീണ രക്ഷ നഷ്ടപ്പെടും എന്നുള്ളതല്ല പറയുന്നത്. പാപത്തിൽ വീണ മാനസാന്തരപ്പെട്ടു വന്ന കർത്താവ് നമ്മളെ സ്വീകരിക്കും തീർച്ചയായിട്ടും. എന്നാൽ പാപത്തിൽ വീണിട്ട് അവിടെ കിടന്ന് തന്നെ ഉരുണ്ട് അതിനെ ന്യായീകരിച്ച് പാപത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നാലുള്ള വാർണിങ്. അപ്പം അതാ ഭീരുത്വം എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ഭീരുക്കളായിട്ടുള്ള ആൾക്കാർ, അവിശ്വാസികൾ എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ജനത്തിന് ശേഷവും ഈ ഭീരുത്വം കാരണം കർത്താവിനെ തള്ളി പറഞ്ഞ് വീണ്ടും മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നോക്കി ഈ ഒരു തീപ്പൊയ്കയിലേക്കുള്ള വഴിയിലേക്കാണ് അവരെന്നറിയാതെ അങ്ങോട്ട് പോയി പോകുന്ന അനേകരുണ്ട്. ഇന്ന് ലോകത്ത് അനേകരെ മനുഷ്യരെ പേടിയാണ്. അവരുടെ ഇപ്പം ചിലർക്ക് BP എന്ന് പറയും. BP എന്ന് പറയുമ്പോൾ ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടിയുന്ന ചിലരുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഭാര്യയെ പേടിച്ച് കഴിയുന്ന ഭർത്താക്കന്മാരെ, അല്ലെങ്കിൽ മനുഷ്യർ അവരെന്ത് പറയൂ, എൻ്റെ അച്ഛൻ എന്ത് പറയും, എൻ്റെ അമ്മ എന്ത് പറയും, അമ്മായിപ്പൻ എന്ത് പറയും, അമ്മായിമ്മ എന്ത് പറയും, നാത്തൂനും മരുമകനും അളിയനും അയൽവക്കത്തുകാരനും ലോകത്തിലുള്ള എല്ലാവരും എന്ത് പറയും, കർത്താവ് എന്ത് പറയുന്നുള്ള കാര്യം ചിന്തിക്കാതെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നുള്ള ചിന്തിച്ചുകൊണ്ട് ഭീരുക്കളായിട്ട് മനുഷ്യരെ പിടിച്ച് ഉള്ളവരെ അവരറിഞ്ഞോ അറിയാതെയോ തീപ്പൊയ്കയിലേക്കുള്ള ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവർ അപകടകരമായ ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യമാണ് ദൈവജനം വാൺ ചെയ്യുന്നത്. അപ്പം ഒരുപക്ഷെ ഒരിക്കലും വീണ്ടുജനത്തിന് അനുഭവം ഇല്ലാത്ത അനേക കാര്യങ്ങൾ ഓഫ്കോഴ്സ് ആ തീപ്പൊയ്കയിലോട്ട് പോകും, അവർ മനുഷ്യരെ പേടിച്ച് പോകും. പിന്നെ വീണ്ടുജനത്തിന് അനുഭവം വന്നിട്ടും വിശ്വാസത്തിലേക്ക് വീണു പോകുന്ന, വിശ്വാസത്യാഗം സംഭവിക്കും, ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്, അപ്പോസ്റ്റസി. എവിടെ അതിനെക്കുറിച്ച് വായിച്ചത് നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, 2 Thessalonians 2:4 അപ്പോസ്റ്റസി, ഫോളിങ് അവേ ഫ്രം ഫെയ്ത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളൊരു ഭയഭക്തിയോടെ കർത്താവേ, അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്ന് മത്തായി 24:12 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അനേകരുടെ സ്നേഹം തണുത്തു പോകും. അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഞാൻ അനേകരിലൊന്നും പെടുത്തില്ല, ഞാൻ വലിയ പുള്ളിയാ, അതുകൊണ്ട് എൻ്റെ സ്നേഹമൊന്നും തണുത്തു പോകത്തില്ല എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ആദ്യം തണുത്തു പോകുന്നത് നമ്മുടെ സ്നേഹമായിരിക്കും. എന്നുവെച്ചാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണ് 1 കൊരിന്ത്യർ 10:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം മത്തായി 24 പോവുകയാണെങ്കിൽ, ദ ലവ് ഓഫ് മെനി വിൽ ഗ്രോ കോൾഡ് എന്ന് അവിടെ 12-ാമത്തെ വാക്യം, 24:12, മത്തായി 24:12. 24:12 ഓർക്കാൻ എളുപ്പം. എന്താ 24-12 തമ്മിലുള്ള കണക്ഷൻ എന്തുവാ? 24 ഹാഫ് ആണ് 12. അപ്പം മാത്യു 24:12 എന്താ പറയുന്നത്? ബിക്കോസ് ലോലെസ്നെസ് ഇസ് ഇൻക്രീസ്ഡ്. അധർമ്മം പെരുകുന്നതുകൊണ്ട്, ഇന്ന് ലോകത്ത് അധർമ്മം, പാപം പെരുകിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം അങ്ങ് തണുത്തു പോകും. കർത്താവിനോടുള്ള സ്നേഹവും പരസ്പരമുള്ള സ്നേഹവും ഒക്കെ അങ്ങ് തണുത്തു പോകും. അപ്പം അനേകരുടെ സ്നേഹം തണുത്തു പോയി
അങ്ങനെ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവനാ രക്ഷിക്കപ്പെടുന്നതെന്ന് അതിന്റെ തൊട്ടടുത്ത വാക്യം 13-ാമത്തെ വാക്യത്തിൽ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിലും വിശ്വാസത്തിലും എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. പിടിച്ചു നിന്നില്ലെങ്കിലോ രക്ഷ നഷ്ടപ്പെട്ടേക്കാം. അപ്പം അനേകരുടെ സ്നേഹം തണുത്തു പോകും. അപ്പൊ അതിൽ സഹിച്ചു നിൽക്കാതെ അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഒരു അന്ത്യകാലത്താണ് ഞാൻ ജീവിക്കുന്നേ എന്നുള്ളതിനെ കുറിച്ചൊരു ഭയഭക്തിയോടെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ദൈവഭയം, ആരോഗ്യകരമായ ഒരു ദൈവഭയം, കർത്താവെ അനേകരുടെ സ്നേഹം തണുത്തു പോകാവുന്ന ഒരു സ്ഥിതിയിലാണ്. അനേകർ ഭീരുക്കളായിട്ട്, അവിശ്വാസികളായിട്ട്, അധർമ്മികളായിട്ടൊക്കെ തീപ്പൊയ്കയിലോട്ട് പോകുമ്പോൾ കർത്താവെ ഞാനിപ്പോ തീപ്പൊയ്കയിൽ പിന്നെ പോയി ചെന്ന് ചാടിയില്ലെങ്കിൽ പോലും കർത്താവെ ഞാൻ അവിടുത്തെ കാന്തയുടെ ഭാഗമാകാതെ 100 മേനി വിളയുന്നവരുടെ കാന്തയുടെ ഭാഗത്തിന്റെ കൂട്ടത്തിലാകാതെ 60 മേനിയിലോ 30 മേനിയിലോ ഒക്കെ കർത്താവെ ഞാനങ്ങ് തങ്ങി നിന്ന് പോകാനൊരു സാധ്യതയുണ്ട്. കർത്താവെ എനിക്ക് നിത്യതയില് അങ്ങയോട് ഏറ്റവും അടുത്തിരിക്കണം. അവിടുന്ന് എനിക്ക് വേണ്ടി അവിടുന്ന് കാൽവരി കുരിശില് ചെയ്തതിന്റെ എല്ലാം അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു പ്രതിഫലമായിട്ട് എൻ്റെ ജീവിതത്തെ എനിക്ക് സമർപ്പിക്കണം. ആ മൊറേവിയൻ മിഷണറിമാരുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞതുപോലെ ടു ഗിവ് ഫുൾ റിവാർഡ് ടു ദ ലാംബ് ഹു വാസ് സ്ലെയിൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് ഒരു പൂർണ്ണ പ്രതിഫലമായിട്ട് എൻ്റെ ജീവിതം ആയി തീരണം. കുഞ്ഞാട് അറക്കപ്പെട്ടു. ആരാ ഈ അറക്കപ്പെട്ട കുഞ്ഞാട്? ജീസസ്. ജീസസിന്റെ ജീസസ് അറക്കപ്പെട്ടതിന്റെ അതിന്റെ പൂർണ്ണ ഒരു പ്രതിഫലം, ഒരു ഫുൾ റിവാർഡായിട്ട് വേണം എൻ്റെ ജീവിതമായി തീരാൻ. അതുകൊണ്ട് കർത്താവെ കർത്താവെ അത് നിത്യതയിൽ അങ്ങോട്ട് ഏറ്റവും ചേർന്നിരിക്കുന്ന അവിടുത്തെ ആ നൂറുമേനി വിളവ് തരുന്ന ഒരു കാന്തയായിട്ടായിത്തീരുന്നതിൽ കുറഞ്ഞുള്ളതെന്നും കൊണ്ടും കർത്താവെ ഞാൻ തൃപ്തിയായി പോകരുത്. എൻ്റെ സ്നേഹം തണുത്ത് 60 മിനിയിലോട്ടോ 30 മിനിയിലോട്ടോ ഇനിയിപ്പം അതും കഴിഞ്ഞ് കയ്യാലപ്പുറത്തെ തേങ്ങമാതിരി ഇനി അപ്പുറത്തോട്ട് പോകുന്ന രീതിയിലൊന്നും ആയി പോകരുതേ കർത്താവെ. എൻ്റെ സ്നേഹം അങ്ങയോടും പരസ്പരമുള്ള സ്നേഹമൊക്കെ വർദ്ധിച്ച് ദിനംപ്രതി കർത്താവെ അങ്ങനെയുള്ള സ്നേഹം യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ എന്ന് നമ്മളാ പാടുന്നത് അല്ലേ? അപ്പൊ അതുപോലെ തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്നേഹം എന്നില് പൊങ്ങി പൊങ്ങി വരണമേ കർത്താവെ, അവിടുത്തെ സ്നേഹത്താൽ പരിശുദ്ധാത്മ നിറയ്ക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് വേണ്ടി. അപ്പൊ അതാ നമ്മൾ വായിക്കുന്ന ഭീരുക്കൾ. നമ്മൾ തിരിച്ച് കറണ്ട് ലൊക്കേഷൻ എവിടെ ഇങ്ങോട്ട് വന്നെന്ന് വെച്ചാൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഭീരുക്കളെ കുറിച്ച് നമ്മൾ കുറച്ച് വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് തന്നിരിക്കുന്നതെന്ന് എവിടെ വായിച്ചേ? 2 തിമോത്തിയോസ്. കഴിഞ്ഞ ആഴ്ചത്തെ നോട്ട്സ് എടുത്ത് നോക്കിയാൽ അറിയാം. 2 Timothy 1:7. 2 തിമോത്തിയോസ് 1-ന്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഭീരുത്വം, ബാക്കി മനുഷ്യൻ എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെയുള്ള ഒരു ഭീരുത്വത്തിന്റെ ഒരു ആത്മാവേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് ആ ഭീരുത്വത്തിന്റെ ആത്മാവിനെ എന്താണ് പുറമേ തള്ളുന്നത്, ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത്? തികഞ്ഞ സ്നേഹം. എന്താ? പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. അതെവിടെ വായിക്കുന്നേ? നമ്മളത് കഴിഞ്ഞ ആഴ്ച ആ വാക്യത്തിലോട്ട് പോകാൻ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് 8:15 പോവായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ നമ്മളിപ്പോൾ 1 യോഹന്നാനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വെളിപാട് പുസ്തകത്തിൽ നിന്ന് 1 യോഹന്നാനിലോട്ട് പോകാൻ എളുപ്പമാണ്. വെളിപാട് പുസ്തകത്തിന്റെ കുറച്ച് പേജുകൾ ഇങ്ങോട്ട് മറിക്കുമ്പോഴത്തേക്ക് യൂദായുടെ ലേഖനത്തിന്റെയും മുമ്പായിട്ട് 1 യോഹന്നാൻ, 3 യോഹന്നാനും 2 യോഹന്നാനും കഴിഞ്ഞ് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? തികഞ്ഞ സ്നേഹം. അതിന്റെ വാക്യം മൊത്തം ഞാൻ വായിക്കാം. സ്നേഹത്തില് ഭയമില്ല. യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹത്തില് അനാരോഗ്യകരമായൊരു ഭയമില്ല. ദൈവഭയം എന്ന് പറയുന്ന ഒരു ആരോഗ്യകരമായ ഭയമുണ്ട്. അത് ദൈവഭയത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമ്മൾ യെശയ്യാവ് 11-2 നമ്മൾ വായിക്കുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന അനാരോഗ്യകരമായി നമ്മളെ തളർത്തിക്കളയുന്ന ഒരു ഭയോ, ദൈവം എന്നെ കൈവിടുമോ, അല്ലെങ്കിൽ മറ്റു മനുഷ്യർ എന്ത് പറയും, അയ്യോ അവരെന്നെ കളിയാക്കുവോ, അവരെന്നെ കുറിച്ച് എന്ത് പറയും, അയ്യോ എനിക്ക് പരീക്ഷ മാർക്ക് കുറയുമോ, അയ്യോ ടീച്ചറിന്റെ വഴക്ക് പറയുമോ, അങ്ങനെയൊക്കെയുള്ള അനാരോഗ്യകരമായ അൺഹെൽത്തി ഫിയർ. അപ്പം അങ്ങനെ തികഞ്ഞ ആ സ്നേഹത്തിൽ എന്തില്ല? ഇങ്ങനെയുള്ള അനാരോഗ്യകരമായ ഭയമൊന്നുമില്ല. അതാ സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയത്തിന് ദണ്ഡന ഉണ്ട് എന്ന് പറയുന്നത് ബിക്കോസ് ഫിയർ ഇൻവോൾവ്സ് പണിഷ്മെന്റ്. ഭയം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദണ്ഡന, ദൈവം എന്നെ ശിക്ഷിക്കുവോ എന്നൊക്കെ ഉള്ള ഒരു അനാരോഗ്യകരമായ ഭയം. ആ ഭയത്തിലൊരു ദണ്ഡനം അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ആ പണിഷ്മെന്റിനെ കുറിച്ചൊക്കെ ആ ഭയത്തിൽ ദണ്ഡനം ഉള്ളതിനാൽ ഭയം എന്ന് പറയുമ്പോൾ അത് പണിഷ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ആ തികഞ്ഞ സ്നേഹം, തികഞ്ഞ സ്നേഹത്തിന് അങ്ങനെയുള്ളൊരു ഭയമേ ഇല്ല. ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം എന്താ? ഒരു കപ്പ് എം ടി ആണെങ്കിൽ, കപ്പ് എം ടി ആണെങ്കിൽ, കപ്പ് ഒഴിഞ്ഞിരിക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്?
എയർ ഉണ്ട്, വായുവുണ്ട്. അത് നമ്മളുടെ ഈ നെഗറ്റീവ് ഇമോഷൻസ് പോലെ. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയം, അസൂയ, കയ്പ്, ആകുല ചിന്തകൾ, ആങ്സൈറ്റി, എന്താവും, അതെന്താവും, ഇതെന്താവും, അങ്ങനെയൊക്കെയുള്ള ആകുല ചിന്തകള്, ആ, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ഇമോഷൻസ്. അത് അതാണ് നമ്മളുടെ ഹൃദയം ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ, ദേഹി, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലേക്ക് അതൊന്ന് നിറയണം. ദേഹിയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും വികാരങ്ങളും ചിന്തകളും ഒക്കെ ഉള്ള ഇടമാണ് നമ്മുടെ ദേഹി എന്ന് പറയുന്നത്. ആ ദേഹിയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ കാണും? ഈ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, ഭയം, പേടി, ഇന് അല്ലെങ്കിൽ ആകുല ചിന്തകൾ, ടെൻഷൻ, വെപ്രാളം, ഒരു വിഷമം, ഡിസ്കറേജ്മെന്റ്, നിരാശ, അങ്ങനെയൊക്കെയുള്ള നിരുത്സാഹം, ഡിസ്കറേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ദേഹിയിൽ വന്ന് മൂടും. അപ്പം അതിനെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്നേഹം വന്ന് പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ സ്നേഹം നമ്മുടെ ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് ദേഹിയിലേക്കും ദേഹത്തിലൂടെയും കവിഞ്ഞൊഴുകണം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു, സമാധാനം നമ്മുടെ ഹൃദയത്തിലെ കർത്താവ് ആത്മാവിൽ തന്ന് ഇത് ദേഹിയിലോട്ട് നിറഞ്ഞ് പിന്നെ ദേഹത്തിലൂടെയും, നമ്മുടെ ദേഹത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണുകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒക്കെ ആ സമാധാനം മറ്റുള്ളവർക്ക് പകരപ്പെടണം. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് സമാധാനം പകരപ്പെടണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സ്നേഹവും എന്താ, പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹവും സന്തോഷവും സമാധാനവും. ദൈവത്തിന്റെ ജീവന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും, എല്ലാ ഗുണഗണങ്ങളും എല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ഫലവാ, ഫലത്തിന്റെ ഭാഗങ്ങളാ, ഓരോ പാർട്സാ. അപ്പം ഈ സ്നേഹം പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറയുമ്പോൾ, ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയപ്പെട്ടിരിക്കുന്നു, പകരപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ എവിടെ വായിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. അതെ, റോമർ 5:5 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? The love of God has been poured out or flooded in our hearts through the Holy Spirit who has been given to us. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നു, നിറയപ്പെട്ടിരിക്കുന്നു, ഒഴിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിൽ വന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലേക്ക് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം. എന്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു, മൈ കപ്പ് ഓവർഫ്ലോസ് എന്നാണ് 23 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ ആര് പറയുന്നേ? 23 സങ്കീർത്തനം ആരാ എഴുതി? ദാവീദ് പറയുന്നു, മൈ കപ്പ് ഓവർഫ്ലോസ്. നമ്മളുടെ ഹൃദയത്തിന്റെ പാനപാത്രം നിറഞ്ഞ് ദേഹിയിലൂടെ ഈ സ്നേഹം നിറഞ്ഞു കഴിയുമ്പം പിന്നെ നമ്മുടെ ദേഹിയിൽ ഈ നെഗറ്റീവ് ഇമോഷൻസിന് പിന്നെ സ്ഥാനമില്ല, നിരാശയ്ക്ക് സ്ഥാനമില്ല. അയ്യോ, അവരെന്നെ വഴക്ക് പറഞ്ഞു, അവരെന്നെ കളിയാക്കി. അപ്പം അവരെന്നെ കളിയാക്കുകയോ കളിയാക്കാതിരിക്കുകയോ ചെയ്യട്ടെ, കർത്താവിന്റെ സ്നേഹം എല്ലാം നിറഞ്ഞു കവിയുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ അതങ്ങ് ഫ്ലഷ് ഔട്ട് ആകും. സംശയങ്ങൾ, ഓ അവരെന്നെ കുറിച്ചായിരിക്കും പറഞ്ഞേ, ഇവരെനിക്ക് എതിരായിട്ടായിരിക്കും പാര വെച്ച്, ഇന്ന ആളായിരിക്കും എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങളും സ്പെക്കുലേഷൻസ് പറഞ്ഞാൽ ഇങ്ങനെ ഊഹാപോഹങ്ങൾ. അവരത് ചെയ്തുകൊണ്ടായിരിക്കും, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും, അവരിങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ഓരോ ഊഹാപോഹങ്ങൾ. ഒരു കാര്യമില്ല, വെറുതെ നമ്മളിങ്ങനെ ആലോചിച്ച് തലമുണ്ടാക്കുന്ന ഓരോ ഊഹാപോഹങ്ങൾ, സ്പെക്കുലേഷൻസ്, ലോഫ്റ്റി തിങ്സ് ആൻഡ് സ്പെക്കുലേഷൻസിനെ എല്ലാം കർത്താവ് ക്യാപ്റ്റിവേറ്റ് ചെയ്യണം എന്നുള്ളൊരു അത് കീഴടക്കണം. ക്രിസ്തുവിന്റെ എല്ലാ ചിന്തകളും ക്രിസ്തുവിന് കീഴടക്കണം എന്നൊക്കെ 2 കൊരിന്ത്യർ 10:5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവിടെ ആ ലോഫ്റ്റി തിങ്സ് ആൻഡ് സ്പെക്കുലേഷൻ എന്നുള്ളൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ആ ലോഫ്റ്റി തിങ് സ്പെക്കുലേഷൻ, എല്ലാ ഉയർച്ചകളും വിചാരങ്ങളും എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാനൊന്ന് ആ 2 കൊരിന്ത്യർ 10:5 പെട്ടെന്ന് എടുത്ത് നോക്കിക്കോട്ടെ. ഡിസ്ട്രോയിങ് സ്പെക്കുലേഷൻസ്, അതെ, അതിന്റെ 5 വാക്യം സങ്കല്പങ്ങൾ എന്ന് എഴുതിയേക്കുന്നത്. അതായത് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും, ഞാനിവിടെ 1 യോഹന്നാനിൽ ഒരു വിരലുണ്ട്, അവയാൽ ഞങ്ങൾ, അതായത് ആത്മീയമായ ആയുധങ്ങളായിട്ടുള്ള പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളും, സങ്കല്പങ്ങൾ, അത് സങ്കല്പിക്കുന്നു, അത് ഊഹാപോഹം, ഇന്ന് അതുപോലെ ആയിരിക്കും, അതങ്ങനെ, അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും അവരെന്നെ നോക്കിയപ്പോൾ ചിരിച്ചില്ല, അവർക്ക് എന്നോട് എന്ത് വിരോധം ഉള്ളതുകൊണ്ടായിരിക്കും അവരെന്നെ കല്യാണത്തിന് വിളിച്ചില്ല, എന്നെ മനഃപൂർവ്വം അവഗണിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ അവർ അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ ഈ ഓരോ ഊഹാപോഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ചില എന്നോടുള്ള വിരോധം കൊണ്ടായിരിക്കും അവര്
ഇന്ന കാര്യം ചെയ്തത്, എന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞ ഓരോ ആൾക്കാരുടെ ഞാൻ സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് ഓരോരുത്തർ വന്ന് ഓരോരുത്തരുടെ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ബേസിസും ഇല്ല, വെറുതെ അങ്ങനെ ആൾക്കാർ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ ഈ സങ്കല്പങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ പറഞ്ഞ് അവര് പിശാചിന്റെ കെണിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുക. അപ്പൊ ഈ സങ്കല്പങ്ങളെയൊക്കെ ആ, എന്താ അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈ പറഞ്ഞു വരുന്നതെന്ന് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഭീരുത്വത്തിന്റെ കാര്യവും മാത്രമല്ല, ഈ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവരാജ്യം, ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ അവകാശമാക്കുന്നതിൽ നമ്മൾ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഭീരുത്വം എന്ന് നമ്മളിപ്പം കണ്ടു. ആ ഭീരുത്വം മാത്രമല്ല, വേറെ ദുർനടപ്പും ബാക്കി കാര്യങ്ങളെല്ലാം ലിസ്റ്റിലോട്ട് വരുന്നുണ്ട്. അതിന്റെ എല്ലാം എല്ലാം ഓവർകം ചെയ്യുന്ന ഒരേ രീതിയില്ല എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ ജഡത്തിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഈ ജഡത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ദേഹിയിൽ നിന്ന്, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ സ്നേഹം എന്ന് നിറയണം. ഈ സ്നേഹം എന്ന് നിറയുമ്പോഴാ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നേ. അപ്പൊ അതാ നമ്മൾ ഈ പറഞ്ഞു വരുന്നേ. അപ്പം നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞാൻ 2 Corinthians 10:3 വായിച്ചതാണ്. 2 Corinthians 10:3 ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നത്, അതായത് ഈ ശരീരത്തോടു കൂടിയാണെങ്കിലും ജഡപ്രകാരമല്ല പോരാടുന്നേ. ആ ഒരു ജഡപ്രകാരം സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അതായത് തോക്കും വാളും വെട്ടുകത്തിയൊന്നും അല്ല, അതൊക്കെ ജഡികങ്ങളായിട്ടുള്ള ആയുധങ്ങള്. കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, ജഡികങ്ങളല്ല കോട്ടകളെ. പിശാച് പല കോട്ടകളൊക്കെ തീർത്തിട്ടുണ്ട്. യുനോ നമ്മുടെ ജഡത്തിലെ പല കോട്ടകളൊക്കെ തീർത്തിട്ടുണ്ട് അവൻ. അപ്പം അപ്പൊ ആ കോട്ടകളൊക്കെ ഇടിക്കുവാൻ ദൈവസന്നിധിയിലെ ശക്തിയുള്ളവയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വയത്തിലുള്ള ചില ഊഹാപോഹങ്ങൾ, സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾ എന്നുള്ള വാക്ക് ലോജിസ്മോസ് എന്നുള്ളൊരു വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചത്, റീസണിങ് അല്ലെങ്കിൽ ഒരു യുക്തിപരമായ യുക്തി ചിന്തകളും അങ്ങനെയൊക്കെയുള്ള യുക്തിപരമായിട്ട് അവരെങ്ങനെ കൂടുതൽ ആലോചിച്ച് അത് ഇന്നതുകൊണ്ടായിരിക്കാം. ഈ സൈക്കോളജിയിലൊക്കെ ഭയങ്കര യുക്തിചിന്തയുടെ ഒക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ ഈ സൈക്കോളജിയും കാര്യങ്ങളൊന്നും അതിന്റെ പല ആസ്പെക്ട്സും കാര്യങ്ങളൊന്നും യോജിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സൈക്കാട്രിസ്റ്റ് ആണ്. വെച്ചാൽ സൈക്കോളജിയിലൊക്കെ പറയുന്ന പല പല ഫ്രോയിഡും ബാക്കി ഓരോ കാര്യങ്ങൾ അവരൊക്കെ ഓരോ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ അവർക്ക് തോന്നിയതുപോലെയൊക്കെ എന്തൊക്കെയോ കുറേയൊക്കെ ഒത്തിരി തിയറികളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. എന്നാൽ കുറേയൊക്കെ അവരുടേതായ ചില ചിന്താരീതികളും അവരുടേതായ കാടുകയറിയ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പഠിച്ചെഴുതി എന്നുള്ളതല്ലാതെ നമുക്ക് പലതിനോടൊന്നും യോജിപ്പില്ല. എന്നാൽ അതിനകത്തൊക്കെയുള്ള ചില നല്ല ആസ്പെക്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പേഷ്യൻസിന്റെ ഹെൽപ്പിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് ഈ സൈക്കോളജി ഒക്കെ പഠിച്ച ചിലർ ഇങ്ങനെ കൂടുതൽ ചിലർക്ക് വിശ്വാസം പോയി എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ഈ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ റൂട്ടഡ് ആയിട്ട് ദൈവാത്മാവിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. ദൈവം ചിലർക്ക് ചില ജ്ഞാനവും ബുദ്ധിയൊക്കെ കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ ചില നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ എല്ലാം അതുപോലെ തൊണ്ടവിടാതെ വിഴുങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് ഫ്രീഡം ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ചില കാര്യങ്ങൾ ചിലരുടെ ഓരോ ഒന്നാം നാനൂറ് ബുദ്ധി തോന്നിയിട്ടുള്ള തോന്നിവാസങ്ങൾ അതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. അത് സൈക്യാട്രിയിലുള്ളവർ തന്നെ, സൈക്കോളജിയിലും സൈക്യാട്രിയിലും ഉള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്ത കാര്യങ്ങൾ അവർ പറയുന്നത് ഇവർ യോജിക്കത്തില്ല, ഇവർ പറയുന്നത് അവർ യോജിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവരും പറയുന്നത് പൂർണ്ണമായിട്ടൊന്നും യോജിക്കാതിരിക്കുന്നതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്, സങ്കല്പങ്ങൾ എന്ന് പറയുമ്പോൾ യുക്തിചിന്തകളും അതിനകത്ത് വരുന്ന ലോജിസ്മോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരുന്നത്. റീസണിങ് എന്നാണ് അതിന്റെ ഒരു ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്. അത് യുക്തിചിന്തകള്, സങ്കല്പങ്ങള്, സ്പെക്കുലേഷൻസ്, ഊഹാപോഹങ്ങള്, അങ്ങനെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന എല്ലാ ഉയർച്ചകള്, നികളചിന്തകളൊക്കെ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിന് പിടിച്ചെടുക്കുന്ന ഒരു പോരാട്ടത്തിന്റെ കാര്യം അവിടെ പറയുന്നത്. അപ്പൊ നമ്മളുടെ ദേഹിയിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ് അത് നമ്മുടെ ദേഹിയിലും നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ദേഹത്തിലൂടെ അത് ഒഴുകുമ്പോൾ എല്ലാ ഭീരുത്വവും എല്ലാ ഭയവും തികഞ്ഞ സ്നേഹം നമ്മൾ തിരിച്ച് 1 യോഹന്നാനിലേക്ക് നമുക്ക് വരാം. 1 യോഹന്നാൻ 4:18 എന്താ വായിക്കുന്നേ? സ്നേഹത്തില് എന്തില്ലെന്നാ വായിക്കുന്നേ അവിടെ? ഭയമില്ല. 18 സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ. ഭയം എന്ന് പറയുമ്പോൾ ദണ്ഡനം, പണിഷ്മെന്റിനെ കുറിച്ചുള്ളത്. നമുക്ക് കർത്താവ് എന്നെ പണിഷ് ചെയ്യൂ, ദണ്ഡിപ്പിക്കൂ, എന്നെ ശിക്ഷിക്കൂ, എന്നെ വിട്ടുകളയൂ എന്നുള്ള കാര്യമില്ല. എന്ന് വെച്ചാൽ കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്കൊരു ഉറപ്പുണ്ട്. പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കുന്നു. യേശു
പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ യേശു എന്നെ സ്നേഹിക്കുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 17:23 15:9 ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ആ റെഫറൻസിലോടൊക്കെ പോയ സമയം ഇല്ല, എങ്കിലും നമുക്ക് മിക്കവർക്കും ഇതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള റെഫറൻസാ. യോഹന്നാൻ 15:9 പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതാ ഞങ്ങളുടെ ദൈവസേവയുടെ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ എഴുതി വെച്ചേക്കുന്ന വാക്യം. സിറ്റ് ഔട്ടിലോട്ട് കയറുമ്പോൾ എന്താ? John 15:9, ജസ്റ്റ് as the Father has loved me, I have loved you. Abide in my love. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ യേശു എന്നെയും സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ പിതാവും യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് യോഹന്നാൻ 15:9 പറയുന്നുണ്ടെങ്കിൽ യോഹന്നാൻ 17:23 പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് യോഹന്നാൻ 15:9 പറയുന്നുണ്ട്. പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 17:23. അത് സാങ്ക്പിയറിൽ നമ്മൾ പലപ്പോഴും യോഹന്നാൻ 17:23 കേൾക്കാറുണ്ട്, നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ആ വലിയ സ്നേഹത്തിൽ നമുക്ക് ദണ്ഡനത്തെക്കുറിച്ച് കർത്താവിനെ പിടിച്ച് പണിഷ് ചെയ്യുമെന്നുള്ള ഭയമൊന്നുമില്ല. കർത്താവിനെ അടിച്ചാലും അവനെ സ്നേഹിക്കുന്നു. അവനെ ദണ്ഡനം, പണിഷ്മെന്റ് അല്ല, മറിച്ച് ഡിസിപ്ലിനിങ് ആയിട്ട് ശിക്ഷണത്തിലൂടെയൊക്കെ ഏതാണ്ട് നടത്തിക്കൊണ്ട് പോയാലും കർത്താവിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇപ്പം തികഞ്ഞ സ്നേഹത്തിൽ ഭയമില്ല. അത് സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം, അതായത് പെർഫെക്റ്റ് ലവ്. ഞാൻ മുമ്പേ പറഞ്ഞൊരു കപ്പൽ എം ടി ആണെങ്കിൽ എന്തുണ്ട്? എയർ ഉണ്ട്. ആ എയർ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാനൊക്കും? ഈ ഭയത്തെ പുറത്താക്കാൻ വേണ്ടി ഒരു ഭയം എടുത്ത് മാറ്റിക്കളയുന്നു, വേറൊരു ഭയം എടുത്ത് മാറ്റിക്കളയുന്നു. അപ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടി ഭയഞ്ഞിട്ട് കയറി വരും. എന്ന് പറഞ്ഞാല് ഒരു ഭൂതത്തെ പുറത്താക്കുമ്പോൾ അതിങ്ങനെ ക്ലീൻ ആൻഡ് എം ടി ആയിട്ട് കിടന്നാല് അതിൽ മോശമായിട്ടുള്ള 7 ഭൂതങ്ങൾ കയറി വരുന്ന കാര്യം കർത്താവ് തന്നെ ലൂക്കോസ് 11-ാം അധ്യായത്തിൽ കർത്താവ് ആ ഒരു നടന്ന സംഭവത്തിൽ കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതായത് നടന്ന സംഭവമായിട്ടില്ല, കർത്താവ് അതൊരു കാര്യമായിട്ട് ഒരു പ്രസ്താവനയായിട്ട് പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. ഒരുവനിൽ നിന്ന് ഒരു ഭൂതം വിട്ടുപോയി, എന്നാൽ അവിടെ ദൈവവചനത്താല് പരിശുദ്ധാത്മാവിനാൽ അവന് നിറയപ്പെടാതെ അവന് എം ടി ആയിട്ട് ഹൃദയത്തെ ശൂന്യമാക്കി നിന്ന ചില ധ്യാനം എന്നൊക്കെ പറഞ്ഞ് ചില ഈസ്റ്റേൺ മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ അവരുടെ മനസ്സിനെ ശൂന്യമാക്കാനൊക്കെ വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. മനസ്സിനെ ശൂന്യമാക്കി ആരും ഒന്നിരിക്കുമെന്ന് വെച്ചാൽ പിശാച് വന്നിരിക്കും. പിശാചിൻ്റെതായിട്ടുള്ള പല റോങ് ഇൻഫ്ലുവൻസസും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. മനസ്സിനെ നമ്മൾ എം ടി ആക്കുകയല്ല ചെയ്യേണ്ട, മറിച്ച് കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവും ദൈവവചനവും ഒക്കെ നമ്മളുടെ ആത്മാവിൽ നിറഞ്ഞ് അത് മനസ്സിലൊന്ന് നിറഞ്ഞു കവിഞ്ഞ് പോകാനും മനസ്സിനെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നിറയപ്പെടാനാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ എം ടി ആക്കാനല്ല. അപ്പം എം ടി ആക്കിയാൽ നമ്മളിപ്പോൾ ഒരു ഭയത്തെ ഞാൻ എങ്ങനെ സപ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന അശുദ്ധ ചിന്തകൾ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ആ അശുദ്ധ ചിന്ത ഇനി ഞാൻ ചിന്തിക്കത്തില്ല, ഇനി ഞാൻ കോപിക്കത്തില്ല, ഇനി ഞാൻ മോഹിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പല്ലും കടിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തിനാ പറഞ്ഞേ എന്തെങ്കിലും ഒരു പ്രകോപനം വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന കണക്ക് വലിയ പൊട്ടിത്തെറിയായിരിക്കും. പക്ഷെ നമ്മുടെ സ്വയശക്തിയിൽ ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. മറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തികഞ്ഞ സ്നേഹം വന്നങ്ങ് നിറയണം. ഇത് കപ്പ എം ടി ആയിട്ടിരുന്നാല് അത് അതിനകത്ത് വായു ഉണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെന്ന് പറയാം. നമ്മളുടെ അത് ശൂന്യമായിട്ടിരുന്നാൽ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭയവും വെപ്രാളവും ടെൻഷനും അശുദ്ധിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അത് പരിശുദ്ധാത്മാവ് നിറയപ്പെടണമെങ്കിൽ ആദ്യം കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. ഒരു കപ്പ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? കഴുകിയിട്ട വെള്ളം ഒഴിക്കുക എന്ന് വെച്ചാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ആത്മാവിൻ്റെ കണ്ണായിട്ടുള്ള മനസാക്ഷി, ആത്മാവ് നമ്മുടെ മനുഷ്യാത്മാവിൻ്റെ കണ്ണാണ് മനസാക്ഷി. ശരീരത്തിൻ്റെ കണ്ണാണ് ശരീരത്തിൻ്റെ കണ്ണ് ചുവള്ളതെങ്കിൽ എല്ലാം ചുവള്ളതെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അത് മനസാക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ നമ്മുടെ ശരീരത്തിലും ശരീരത്തിന് അതീതമായിട്ടുള്ള ദേഹിക്ക് അതീതമായിട്ടുള്ള ആത്മാവിൻ്റെ കണ്ണാണ് നമ്മുടെ മനസാക്ഷി. ആ മനസാക്ഷിയിലെ കർത്താവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ കുറ്റബോധം എല്ലാം മാറുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആത്മാവും ദേഹിയും എല്ലാം കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നു. അപ്പം അങ്ങനെ കഴുകപ്പെട്ട ഒരു ആത്മാവിലും ദേഹിയിലുമാണ് ആര് വന്ന് നിറയുന്നത്? പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം വന്ന് നിറയുമ്പോൾ പിന്നെ ഇപ്പം നമ്മൾ എത്ര ഒരു വാക്യൂം പമ്പ് ഉപയോഗിച്ച് ഈ എന്താണ് പറയുന്നത്, ഒരു എം ടി ഗ്ലാസ്സിലെ എയർ ഒരു വാക്യൂം പമ്പ് എന്ന് എഴുതുന്നുണ്ട്. വാക്യൂം പമ്പ് ഉപയോഗിച്ച് അത്
എയറൊക്കെ അങ്ങ് സക്ക് ചെയ്ത് കളയാൻ നോക്കിയാലും അവസാനം കുറച്ച് റെസിഡ്യൂൽ എയർ കാണും. അതൊരു മെയിൻ എഫർട്ടാണ്. എന്നാൽ സിമ്പിളായിട്ട് എന്താ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഉള്ള എയറെല്ലാം ഡിസ്പ്ലേസ്ഡ് ആയിപ്പോകും. ഉള്ള ആ, ഉള്ള ആ വായു എല്ലാം കൂടെ അങ്ങ് പുറമേ പോകും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ആത്മാവ് പരിശുദ്ധാത്മാവ് ഒന്ന് നിറയുമ്പോൾ എല്ലാ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും എല്ലാം അങ്ങ് പോകും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇപ്പം ദുഷ്ചിന്തകളാവട്ടെ, കയ്പാകട്ടെ, കോപമാവട്ടെ, മോഹമാവട്ടെ, എന്തെല്ലാം ജഡത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവട്ടെ, ഇതെല്ലാം ഞാനിപ്പോൾ ഈ ഒരു ഭീരുത്വത്തിൻ്റെ കാര്യം മാത്രമല്ല, ഭയത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാം എല്ലാ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറയുമ്പോൾ അതങ്ങ് ഡിസ്പ്ലേസ്ഡ് ആയി പോകും. ആ പരിശുദ്ധാത്മാവ് തന്നെ ആ ജഡത്തിലുള്ള അതുപോലുള്ള കാര്യങ്ങളെയൊക്കെ ആത്മാവിൻ്റെയും ദേഹിയുടെയൊക്കെ ഇടയിലുള്ള ജഡത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെയൊക്കെ മരിപ്പിക്കാനും ദേഹിയിലുള്ള ഇതുപോലെയൊക്കെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഡിസ്പ്ലേസ് ചെയ്യുവാനും അതൊക്കെ അങ്ങ് പുറത്തുനിന്ന് തള്ളാനും ഒക്കെ പരിശുദ്ധാത്മാവിന് നിറവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അവിടെ ദൈവവചനമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവവചനത്തിന്റെ ആ ഒരു നിറവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ യോഹന്നാൻ 21:8 ഭീരുക്കള് ഭീരുക്കള് അവര് ഭീരുത്വം കാരണം കർത്താവിനെ തന്നെ തള്ളി പറഞ്ഞ് അവര് ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തുപോയി തീപ്പുകയിലോട്ടുള്ള ഒരു യാത്രയിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ ആ കാറ്റഗറിയിൽ ആരെക്കുറിച്ചാണ് വായിക്കുന്നത്? അവിശ്വാസികൾ. നമ്മളിവിടെ അന്തിമവിജയം പുസ്തകത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പോർഷനൊക്കെ വായിച്ചു. ഞാൻ ആ പോർഷനിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അന്തിമവിജയം പുസ്തകം ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. സാക് ബേറിന്റെ ഈ ഒരു വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തെ ആസ്പദമായിട്ടുള്ള അതിന്റെ വചനമൊക്കെ നമ്മൾ അതിന്റെ ആ കറസ്പോണ്ടിങ് പോർഷനൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചല്ലോ. അപ്പം ഭീരുക്കളെ കുറിച്ച് നമ്മൾ വായിച്ചു. പിന്നെ എന്താ നമ്മൾ വായിക്കുന്നേ? ഭീരുത്വത്തെ അതിജീവിക്കുന്ന കാര്യങ്ങളുടെ അവിശ്വാസികൾ. അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ ദൈവത്തെ വിശ്വസിക്കാത്തവർ എന്ന് ജീവിതത്തിൽ വിശ്വസ്തരല്ലാത്തവരെ കുറിച്ച്. അവിശ്വാസികൾ എന്നുള്ള വാക്കിന് രണ്ട് തരത്തിലുള്ള ഇപ്പം പിസ്റ്റസ് എന്നുള്ള പദം, വിശ്വാസം എന്നുള്ള പദം, പിസ്റ്റസ് എന്നുള്ള പദത്തിനും വിശ്വസ്തത എന്നും വിശ്വാസം എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ അവിശ്വാസികൾ എന്നുള്ള ആ ഗ്രീക്ക് വാക്കിന് അവിശ്വസ്തർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അവിശ്വാസികൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വെച്ചാൽ ദൈവത്തെ വിശ്വസിക്കാത്തവര്, പിന്നെ ദൈവത്തോട് വിശ്വസ്തരല്ലാത്തവര് എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു നമ്മൾ അവിശ്വാസികളാണ്, നമ്മളെക്കുറിച്ച് നമ്മൾ സാധാരണ പറഞ്ഞ് ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ വീണ്ടും ജനിച്ച് വിശ്വാസികളാണെന്ന് നമ്മൾ സാധാരണ പറയുന്ന കർത്താവിൻ്റെ വചനം പരിപൂർണമായിട്ടും എന്നിൽ നിറവേറുവാന് കർത്താവിന് എന്നെ സഹായിക്കാൻ സാധിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ടോ? അതോ കുറച്ചൊക്കെ സാധിക്കുമായിരിക്കും, ബാക്കിയൊക്കെ നടക്കുന്ന കാര്യമൊന്നും തോന്നുന്നില്ല, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അങ്ങ് പോവാം എന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവമാണ്. മറിച്ചല്ല കർത്താവേ, എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, എന്നാൽ അങ്ങേ കൊണ്ട് എല്ലാം സാധിക്കും, അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും പറ്റത്തില്ല. യോഹന്നാൻ 15:5 എന്ന കർത്താവിനെ ശക്തിപ്പെടുത്തുമ്പോൾ എനിക്കെല്ലാം കഴിയും, എല്ലാത്തിനും ക്രിസ്തുവിൽ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ? അതെവിടെ പറയുന്നത്? എന്നെ ശക്തനാക്കുന്ന ഫിലിപ്പിയർ 4:13. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്നാണ് NASB ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ത്രൂ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഗ്രീക്കില് എൻ ആണ്. EN എന്നുള്ള വാക്കായി ഗ്രീക്ക് വാക്കാം. ആ EN എന്നുള്ള വാക്കിനെ ത്രൂ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ ആ EN എന്നുള്ള വാക്കിന് ഇൻസൈഡ്, ഇൻ എന്നുള്ള അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അർത്ഥം. അപ്പം വേറെ തരത്തിൽ പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ ദൈവസായിച്ച് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്ന് ഞാൻ എഴുതും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ദൈവസായിച്ച് കൺസലേഷൻ റൂമിൽ എൻ്റെ വലത് ഭാഗത്തായിട്ട് ഇടത് ഭാഗത്തായിട്ട് ഓരോ വചനങ്ങൾ, ഇടതുവശത്തായിട്ട് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും ആ വാക്യമുണ്ട്, വലതുവശത്തായിട്ട് ഈ വാക്യം ഫിലിപ്പിയർ 4:13. അപ്പം ഞാൻ കൗൺസിൽ ചെയ്യുമ്പം അത് ചൂണ്ടിക്കാണിച്ച്, ഇപ്പോഴും ദൈവം സഹായിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ചൂണ്ടിക്കാണിച്ച് അവിടെ ഒരു കൊച്ചു കുഞ്ഞ് യേശുവിനെ ചാരിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ ദൈവം സഹായിച്ചത് എവൻ സൈസിലൊക്കെ എടുത്തത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ദൈവം സഹായിച്ചു. അപ്പോൾ അവിടെ ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, ഞാനത് എന്താ അമേരിക്കൻ വേർഷനും ന്യൂ കിങ് ജെയിംസ് വേർഷനൊന്നും അല്ല, സന്ദീപ് വേർഷൻ, എൻ്റെ വേർഷനാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വ്യവസായിച്ചെന്ന് വെച്ചാൽ ഗ്രീക്കും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സാക്ബേറിന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വചനം കാണാതെ പഠിക്കുമ്പം ആ വേർഷൻ ഈ വേർഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഇത് ചെയ്യണ്ട,
യുനോ അത് കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് വരണം. ഇറ്റ് ക്യാൻ ബി യുവർ വേർഷൻ, ദാറ്റ് വേർഷൻ, KJV വേർഷൻ, NKJV വേർഷൻ, NSB വേർഷൻ ആൻഡ് യുവർ വേർഷൻ. പക്ഷെ അത് എന്താ പറയുന്നത്, അത് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് അർത്ഥം മാറിപ്പോകരുത്, മറിച്ച് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പം ഞാനതിൻ്റെ ഗ്രീക്ക് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ BLB ബൈബിളോ, BLB എന്ന് പറഞ്ഞൊരു ആപ്പ്, ബ്ലൂ ലെറ്റർ ബൈബിൾ എന്നുള്ളൊരു ആപ്പ് ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന. ഇപ്പം അതിൽ ഫിലിപ്പീൻസ് 4:13 എടുത്ത് നോക്കിയാൽ മലയാളം പരിഭാഷയിൽ ക്രിസ്തു എന്നുള്ള വാക്ക് തന്നെ അങ്ങ് വിട്ടുപോയി എന്നുള്ളതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന്, ശരിക്കും അവിടെ ക്രിസ്റ്റോസ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ശക്തനാക്കുന്നവൻ എഴുതിനേക്കാട്ടിൽ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ, ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തൻ. എന്നെ ശക്തനാക്കുന്ന, ആരാ എന്നെ ശക്തനാക്കുന്ന വെച്ചാൽ പിതാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ് എന്നെ ശക്തനാക്കുന്നത്, മോശക്കാരനൊന്നുമല്ല. എന്നെ ശക്തനാക്കുന്ന ആ അഭിഷേകമുള്ള ക്രിസ്തുവിൽ, ആ ക്രിസ്തുവിനാൽ എന്നുള്ളത് ശരിയാണെന്ന് വെച്ചാൽ ക്രിസ്തു ശരിയാ, പക്ഷേ ക്രിസ്തുവിൽ, ഞാൻ യേശുവിലാണ് ഞാനുള്ളത്, ഞാൻ യേശുവിൽ വസിക്കുമ്പോഴാണ് യേശുവിന് എന്നിൽ വസിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇൻ ക്രൈസ്റ്റ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ എന്നുള്ള ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ത്രൂ ക്രൈസ്റ്റ് എന്ന് NASBക്കാർ അങ്ങനെ അങ്ങ് എഴുതി. പക്ഷേ എങ്കിലും ഇൻ ക്രൈസ്റ്റ് എന്ന് എഴുതുവാണെങ്കിലാണ് അത് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷ എന്ന് ഞാൻ പറയും. യേശുവിൽ എനിക്കെല്ലാം, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ, അഭിഷിക്തനിൽ, ആ അഭിഷിക്തനെ ഞാനങ്ങ് വസിച്ചാൽ മതി, എബൈഡ് ചെയ്താൽ മതി. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. ഞാൻ സകലത്തിലെ മതിയായവൻ എന്നുള്ളത് കുറച്ചുകൂടി ഒരു പഴയ മലയാളമായിട്ട് തോന്നി. കുറച്ചുകൂടെ എൻ്റെ ആ ഒരു ഗ്രീക്ക് വാക്കൊക്കെ ഞാൻ നോക്കിയപ്പം ആ ഒരു ഡൈനാമൈറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതിനോടൊക്കെ ചേർന്ന ഒരു ശക്തനാക്കുന്ന ഒരു ആ ഒരു പദം, സ്ട്രെങ്തൻസ് എന്നുള്ള ആ ഒരു പദം, ആ ഒരു യുനോ സ്ട്രെങ്തൻസ്, എല്ലാം സാധിക്കും, സാധ്യമാണ് എന്ന് പറയുന്ന ഒരു, നമ്മളെ ബലപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്ന ഒരു പദമാണ്. അപ്പം അത് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്, എനിക്കെല്ലാം സാധിക്കും, എനിക്കെല്ലാം സാധ്യമാണ് എന്നുള്ള രീതിയിൽ നമുക്കവിടെ പരിഭാഷപ്പെടുത്താറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, നമുക്ക് അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ഫിലിപ്പിയർ 4:13 എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ, പോയ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭീരുക്കളെ നമ്മൾ കണ്ടു, ഭീരുത്വത്തെ എല്ലാം നമ്മൾ ജയിക്കണം, അങ്ങനെ നമ്മളിതെല്ലാം അവകാശമാക്കുന്നത്. ഭീരുത്വം ഉണ്ടെങ്കിൽ അത് ഈ തീപ്പൊയ്കയിലോട്ട് പോകുന്നവരുടെ സ്വഭാവമായ ഭീരുത്വം, അതിനൊരു കണിക പോലും നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. ഏതെങ്കിലും നമ്മുടെ ജഡത്തിൽ അതൊക്കെ ഉണ്ട്, ആ ജഡത്തിൽ അതൊക്കെ പൊന്തി വരുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ മാനസാന്തരപ്പെട്ട്, കർത്താവേ എന്നിലെ ആ ഒരു ഭീരുത്വം ഉണ്ടല്ലോ, കർത്താവേ ഞാൻ അങ്ങയെക്കുറിച്ച് ലജ്ജിക്കുന്ന, ചിലപ്പോൾ അവിശ്വാസികളുടെ മുമ്പിൽ, അവിശ്വാസികളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അധികാരികളുടെയൊക്കെ മുമ്പിൽ, കർത്താവേ അങ്ങയെക്കുറിച്ച് കുറച്ചൊന്ന് എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ലജ്ജയുടെ ഒരു നാണക്കേടൊക്കെ വന്നു പോയല്ലോ കർത്താവേ, അങ്ങനെ ഒരു ചിന്ത പോലും വരരുത് എനിക്ക് കർത്താവേ. ഞാൻ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് അങ്ങേക്കായിട്ട് നിൽക്കാൻ, അങ്ങേക്കായിട്ട് കർത്താവേ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭീരുത്വം എന്നിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു ആ ഒരു റാഡിക്കൽ ആറ്റിറ്റ്യൂഡ്, ആ ഒരു സമൂലമായ ഒരു മനോഭാവം നമുക്ക് വേണം. പിന്നെ ആ ഭീരുത്വം നമ്മൾ ഓവർകം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും. മനുഷ്യഭയം എന്താന്ന് നമ്മൾ വായിച്ചേ, കെണിയാണ്, ഒരു സ്നെയറാണ്. എവിടെ അത് വായിച്ച്, പ്രോവബ്സ് സദൃശവാക്യം. സ്റ്റുഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു, റെഫറൻസ് ഒക്കെ പറയുന്നുണ്ട്. സദൃശവാക്യം 29-25, സദൃശവാക്യം 29-25 മനുഷ്യഭയത്തോടുള്ള ബന്ധപ്പെട്ടുള്ള എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ളൊരു വാക്യമാണ്. എന്നുവെച്ചാൽ മനുഷ്യഭയത്തിലാണെങ്കിൽ നമ്മളൊരു പക്ഷി കെണി കിടക്കുന്നവണൊക്കെ ഇരിക്കും, എന്നാൽ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം തരുമ്പോൾ നമ്മൾ വിൽ ബി സെറ്റ് ഓൺ, നമ്മൾ രക്ഷ പ്രാപിക്കും. എന്നാൽ കർത്താവിൽ വിശ്വസിക്കാൻ രക്ഷ പ്രാപിക്കും എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സെറ്റ് ഓൺ ഹൈ, വിൽ ബി സെറ്റ് ഓൺ ഹൈ. സഖാബ് എന്ന് പറഞ്ഞൊരു എബ്രായ പദമാണ് അവിടെ. സദൃശവാക്യം 29-25 എന്നൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. സഖാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഖാവ് എന്നുള്ള ആ വാക്കിനോട് സഖാവ് എന്നൊക്കെ നമുക്ക് പരിചയമുള്ളൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, സഖാത്തി എന്നൊക്കെ പറയുന്ന സഖാബ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം, എബ്രായ പദം, എബ്രായ ഭാഷയിലാണല്ലോ പഴയ നിയമം എഴുതിയിട്ടുള്ളത്. സഖാബ് എന്നുള്ള വാക്കിന് സെറ്റ് ഓൺ ഹൈ, ടു ബി ഇനാക്സസിബിളി ഹൈ, ടു ഹൈ ഫോർ ക്യാപ്സ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പക്ഷി അങ്ങ് ഉയരത്തിലൂടെ പറക്കുമ്പോൾ പിന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ ഒക്കുമോ? ഇല്ല. അതുപോലെ പക്ഷി മനുഷ്യഭയത്തിലാണെങ്കിൽ നമ്മൾ ഈ കെണിയിൽ കിടക്കുക. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഈ കെണിയെല്ലാം ഭേദിച്ചുകൊണ്ട്, കർത്താവിൻ്റെ അഗ്നിജ്വാലയുള്ള വചനമാകുന്ന വാള ഈ കെണിയെല്ലാം ഭേദിച്ച് നമ്മളെ ഉയരത്തിൽ
കർത്താവിനെ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ പുതുബലം പ്രാപിച്ച് പറക്കും എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നേ? ഏശയ്യാവ് 40-31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ മനുഷ്യഭയം ആകുന്ന കെണിയൊക്കെ ഭേദിച്ച് പറക്കുന്നവരായിരിക്കണം. അപ്പൊ ഭീരുത്വത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. പിന്നെ അവിശ്വാസികളുടെ കാര്യം ആണ് നമ്മൾ രണ്ടാമത് കണ്ടേ. അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ആ രണ്ട് ആസ്പെക്റ്റും ഉണ്ട് ആ ഒരു വാക്കിനകത്ത്. അപ്പം അവിശ്വാസവും അവിശ്വസ്തതയും ഒക്കെ നമ്മളെ തീപ്പൊയ്കയിലോട്ടുള്ള വഴിയിലോട്ട്, വിശാലമായ വഴിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിശ്വാസം, പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് വിശ്വാസം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ മലയാളം ബൈബിളിൽ അതത്ര ക്ലിയർ ആയി പോയില്ല എന്നുള്ളതേ ഉള്ളൂ, നിർഭാഗ്യവശാല്. വിശ്വസ്തത ഇന്ദ്രിയജയം എന്നാണ് മലയാളത്തിലെ ഗലാത്യർ 5:22-23 ഞാനത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, പുതിയ സവരങ്ങളൊക്കെയും പിന്നെ വീണ്ടും വീണ്ടും ഒക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി തവണ, എനിക്ക് തോന്നുന്നൊരു 17 പ്രാവശ്യം ചിലപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് വീണ്ടും ആൾക്കാർക്ക് ആ കാര്യങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടി വീണ്ടും ഞാനത് പറയുന്നത്. ആവർത്തന വിരസത ചിലപ്പോൾ ഓൾറെഡി അറിയാവുന്നവർക്ക് തോന്നുമായിരിക്കാം, അറിയത്തില്ല. ചില പരിശുദ്ധാത്മാവിന്റെ ഫലം ആണ് വിശ്വാസം. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ എന്ന NASB ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് KJV ഫെയ്ത്ത് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിസ്റ്റിസ് എന്നുള്ളൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിസ്റ്റിസ് എന്നുള്ള വാക്കിന് വിശ്വസ്തതയെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, വിശ്വാസവും എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ഫെയ്ത്തും ഫെയ്ത്ത്ഫുൾനെസ്സും എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഉരുവാക്കിയെടുക്കുന്ന, ഇന്ന് സമൃദ്ധിയുടെ സുവിശേഷകരൊക്കെ പറയുന്നു, വിശ്വസിക്കൂ, ദൈവം നിങ്ങൾക്ക് അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരായിട്ട് ഉളവാക്കുന്ന ഏതൊരു സൈക്കോളജിക്കൽ ജിമിക്കിനെയൊക്കെ അവർ വിശ്വാസം എന്ന് പേരിട്ട് വിളിച്ച് അവരുടെ തന്നെ അധപ്പതനത്തിന് കാരണമായി തീരുന്നു. എന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ ദൈവജനത്തെ, അല്ലാതെ നമുക്ക് എങ്ങനെ നമുക്കായിട്ട് വിശ്വസിക്കാൻ പറ്റും? ഇത് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ദൈവജനത്തെ എഴുതി വെച്ചേക്കുന്നേ. നമ്മുടെ സ്വർഗീയ പൗരന്മാരാണെന്നും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളിലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതൊക്കെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ആ വിശ്വാസം തന്നാലേ നമുക്കിതൊക്കെ ഒരു വിശ്വാസമായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വീട്ടിലെ പശു പുല്ലിനെന്ന് പറഞ്ഞ പോലെ പുസ്തകത്തിന്റെ ഈടിലിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലോട് ഒരു ബന്ധമില്ലാതെ അത് അവിടെ ഒരു പുസ്തകത്തിലെ ബൈബിളിൽ എഴുത്തായിട്ട് നിൽക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അത് കടന്നു വരത്തില്ല. എന്നാൽ നമ്മള് ഇതെല്ലാം ഈ ദൈവവചനം ഒരു പുതിയ നിയമ വിശ്വാസിക്ക് അനുസരിക്കാനുള്ളതും വാഗ്ദത്തമായിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഇതെല്ലാം കർത്താവ് നിറവേറ്റും. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും പല കുറവുകളും കാര്യങ്ങളൊക്കെ വീഴ്ചകളൊക്കെ കാണും. പക്ഷെ എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ അവിടത്തേക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നാൽ അവിടത്തേക്ക് പറ്റും. ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ 2 people. 2 പേർക്ക് എല്ലാം സാധ്യമാണ്. ആർക്കാ? ഒന്ന്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പിന്നെ രണ്ടാമത്, ദൈവത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. എവിടേക്കാണ് അത് പറഞ്ഞിരിക്കുന്നത്? മർക്കോസ് 9:23, 9:27 നമ്മൾ ആ മർക്കോസ് 9-10 അധ്യായങ്ങളിലെ 2 വാക്യമുള്ള 2 പേർക്ക് എല്ലാം 2 പേർക്ക് എന്ന് പറയുമ്പോൾ 2 കൂട്ടർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അത് പിന്നെ നമുക്ക് അത്ഭുതമില്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ ആർക്കാ എല്ലാം സാധ്യമാണെന്ന് ചോദിച്ചാൽ, ടു ഹിം ഹു ബിലീവ്സ്. വെരി ഗുഡ്. മർക്കോസ് 10:27, 9:23. അപ്പോൾ 10:27 ആദ്യം വായിക്കാം. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. 10:27 അതിന്റെ ലാസ്റ്റ്. മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് നല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ദൈവത്തിന് സകലവും സാധ്യമാണ്. അപ്പൊ പിന്നെ ആർക്കാ സാധ്യം എന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടുള്ളവർക്ക്, ഈ ദൈവത്തെ വിശ്വസിച്ചിട്ടുള്ളവർക്ക്. ഈ ഇലക്ട്രിക് കറണ്ട് വേറൊരു വയർ അതിനകത്തോട്ട് കാണിപ്പിച്ച് ആ വയറിൽ ഇലക്ട്രിക് കറണ്ട് തന്നെ പാസ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമ്മളങ്ങ് ദൈവത്തോടങ്ങ് ചേർന്നിരുന്ന ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്കും പ്രവഹിക്കും, നമുക്കും എല്ലാം സാധ്യമാണ്. ആർക്കാ സാധ്യം? അത് മർക്കോസ് 9:23 വിശ്വസിക്കുന്നവന്, യേശു അവനോട് നിന്നെ കഴിയുമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന സകലവും കഴിയും. അതുകൊണ്ട് ഞാനിപ്പം എനിക്ക് അത് വേണം, ഇത് വേണം, ഇന്ന കാറ് വേണം, ഇന്ന മാളിക വേണം എന്ന് പറഞ്ഞ് അങ്ങനെ അവരൊരു ഭൗതികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ ജിമിക്കല്ല, മറിച്ച് കർത്താവിന്റെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെല്ലാം, അതിപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യമായിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, മുമ്പേ അവന് രാജ്യവും നീതിയും തേടുമ്പോൾ വീണ്ടുന്നെല്ലാം കർത്താവ് ചേർത്തോളൂ. അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ബോണസായിട്ട് ചെയ്തോളൂ. പക്ഷെ ആത്മീയമായിട്ട് ഞാൻ പാപത്തെ ജയിക്കാനും യേശുവിനെ പോലെ ജീവിക്കാനും ഒക്കെ കർത്താവിനെ സഹായിക്കും. അപ്പൊ അതാ വിശ്വാസം. അപ്പൊ ആ വിശ്വാസം നമ്മളിപ്പം
മർക്കോസ് 10:27 കണ്ടു, 9:23 കണ്ടു. എല്ലാം പിന്നെ ആ, എല്ലാം വിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫലമാണെന്ന് ഗലാത്യർ 5:22-23 വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പദം വിശ്വസ്തതയിൽ നിന്ന് വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം ആ വിശ്വാസം നമുക്ക് വേണം. പിന്നെ വിശ്വസ്തത എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതിനോടുള്ളൊരു വിശ്വസ്തത, കർത്താവേ ഇവിടുത്തെ വചനം അനുസരിക്കാനുള്ളൊരു വിശ്വസ്തത, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് കീപ്പ് ചെയ്യാനുള്ളൊരു വിശ്വസ്തത, അതിനായിട്ടുള്ള അത് വിശ്വസ്തത, അതും പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. വിശ്വസ്തരായിട്ടിരിക്കാൻ പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കണം. അപ്പം ആ വിശ്വസ്തത ഇല്ലാത്തവരും വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഇങ്ങോട്ടുള്ള വഴിയിലോട്ടാന്ന് ചോദിച്ചാൽ തീപ്പൊയ്കയിലോട്ടുള്ള വഴിയിലോട്ടാ. കണ്ടല്ലോ. അതാ മത്തായി യോഹന 21:8 വാക്യം. പിന്നെ അബോമിനബിൾ, ഇനിയിപ്പം മൂന്നാമത്തെ അറയ്ക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ലൈംഗിക വൈകൃതങ്ങളെ അങ്ങനെയൊക്കെയുള്ള അതിനെ കുറിക്കുന്ന ഒരു പദം, അതിന്റെ ഗ്രീക്ക് പദവും കാര്യങ്ങളൊക്കെ ദിവസമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാമല്ലോ. അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വെനസ്ഡേ ആയിരിക്കും. ഫസ്റ്റ് വെനസ്ഡേ കോട്ടേജ് മീറ്റിംഗ് ആയിരിക്കും. അടുത്ത ആഴ്ച ഇപ്പോൾ കോട്ടേജ് മീറ്റിംഗിൽ ദിവസമായിട്ട് യോഹന്നാന്റെ സുവിശേഷം ആയിരിക്കുമല്ലോ. അതിനുശേഷമുള്ള കോട്ടേജ് മീറ്റിംഗിൽ, അതിനുശേഷമുള്ള ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ വീണ്ടും വെളിപാട് പുസ്തകത്തിലേക്ക് തിരിച്ചു വരുമല്ലോ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്ന് ഇന്ന് ജയിക്കുന്നവന് അവകാശമാക്കും എന്നുള്ള കാര്യം, പക്വത പ്രാപിക്കുന്നതിനുള്ള ക്രൂശിന്റെ വഴിയുടെ കാര്യം കണ്ടു. ഭീരുത്വത്തെ ഓവർകം ചെയ്യും. ഭീരുത്വത്തെ മാത്രമല്ല, ഭീരുത്വത്തെ ആവട്ടെ, അവിശ്വാസത്തെ ആവട്ടെ, അസൂയയാവട്ടെ, ആവുരചിന്തകളാവട്ടെ, എല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഇതെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണമെങ്കിൽ തികഞ്ഞ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ദേഹിയിൽ നിറഞ്ഞു കവിയുമ്പോഴാണ് ഇത് നമ്മുടെ ദേഹിയിൽ നിന്ന് ഈ നെഗറ്റീവായിട്ടുള്ള ദുഷ്ചിന്തകളും അസൂയയും പകയും വിദ്വേഷവും കയ്പും ദുർമോഹവും ഊഹാപോഹങ്ങള്, സങ്കല്പങ്ങള്, ചില യുക്തിചിന്തകൾ, ദൈവത്തിനെതിരായിട്ടൊക്കെയുള്ള ചില യുക്തിചിന്തകൾ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ്? ചിലരുടെ യുക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? അപ്പൊ ദൈവത്തെ ആര് സൃഷ്ടിച്ചു വെച്ചാൽ ദൈവം എന്നുള്ള വാക്ക് തന്നെ ഒരു സഹോദരൻ ഈ അടുത്ത് പറയുമായിരുന്നു, ഗോഡ്, ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്നുള്ള ആ ക്വസ്റ്റ്യൻ തന്നെ ഇൻവാലിഡ് ആണ്. എന്ന് വെച്ചാൽ ഗോഡ് എന്നുള്ള ആ ദൈവം എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ വൺ ഹൂ ഈസ് നോട്ട് ക്രിയേറ്റഡ് ബട്ട് ഹൂ ക്രിയേറ്റഡ് എവറിത്തിങ്. അപ്പോൾ ഒരു വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ ഇത് നാം ഒരുവനെ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് ചോദിച്ചാൽ അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ലാതെ എല്ലാം സൃഷ്ടിച്ചവനെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പം ദൈവത്തെ ആര് സൃഷ്ടിച്ചെന്ന് ചോദിക്കുന്ന ആ ചോദ്യം തന്നെ ഇൻവാലിഡ് ആണ്. ഈ അടുത്തൊരു യുക്തിചിന്തയായിട്ട് വന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല, ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പൊ അതിനുശേഷം പിന്നെ വേറൊരു സഹോദരനായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ കുറച്ചുകൂടി അപ്പോളജറ്റിക്സ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു സഹോദരൻ. അപ്പം പുള്ളി പറയും, പുള്ളിക്കാരൻ അൺബിലീവർ ആയിരുന്നപ്പോൾ തന്നെ ആ ഒരു ചോദ്യം തന്നെ വളരെ തികഞ്ഞ അപ്സൈഡാന്നുള്ള കാര്യം പുള്ളിക്കാരൻ അറിയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരാളെ ദൈവം എന്ന് വിളിക്കുകയാണെങ്കിൽ ഇന്ന് ഓഫ്കോഴ്സ് ദൈവം എന്ന് കണ്ടതിനെ കാണാത്തതിനെ എല്ലാം ചെന്ന് ദൈവം എന്ന് വിളിക്കുന്ന ഈശ്വര സങ്കല്പങ്ങളും ദൈവസങ്കല്പങ്ങളും ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതിനെയല്ല നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്ന ഗോഡ്, the definition of God himself is one who is not created, one who created everything, creator God. അപ്പം പിന്നെ സൃഷ്ടിക്കപ്പെടാത്തവനായവനെയാണ് നമ്മൾ സൃഷ്ടാവ് ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പം പിന്നെ ആ ദൈവത്തെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു യുക്തിയില്ല. അവരുടെ യുക്തി ചിന്തയെ തന്നെ ദൈവത്തിന്റെ ജ്ഞാനത്തോടെ അവരുടെ യുക്തിയെ ദൈവം ഗോഡ് ക്യാച്ചസ് the crafty in their own craftiness, catches the wise in their own craftiness എന്ന് 1 കൊരിന്ത്യർ 1:21 പറയുന്നുണ്ട്. ദൈവം കൗശലക്കാരെ അവരുടെ ബുദ്ധി, ഈ ലോകത്തിന് ബുദ്ധിയുള്ളവരെ അവരുടെ കൗശലത്തെ തന്നെ പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരി, അവരുടെ യുക്തിചിന്ത തന്നെ അങ്ങനെ ഈ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലുള്ള പിശാചിന്റെ പല യുക്തിചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്കൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഈ പിശാചിന്റെ പണിയല്ല. അതിലും ഉപരിയായിട്ടുള്ള ദൈവത്തിന്റെ ജ്ഞാനം ദൈവവചനത്തിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ വേറൊരു യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള യുക്തിചിന്തകളോ സങ്കല്പങ്ങളും, ദൈവത്തിന് വിരോധമായിട്ടുള്ള ഉയർച്ചകളും സങ്കല്പങ്ങളും അവിശ്വാസവും ഭയവും ഭീരുത്വവും അങ്ങനെയൊക്കെയുള്ള എല്ലാം ഓവർകം ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഒന്ന് നിറയണം, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയണം എന്നുള്ളൊരു കാര്യമൊക്കെ ആണ് നമ്മളിന്ന് കേട്ടത്. ആ ഒരു അവിശ്വാസം, അവിശ്വസ്തത, അതെല്ലാം പരിശുദ്ധാത്മാവ്
ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കും. കർത്താവിനെല്ലാം സാധ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. നമ്മളിന്ന് കേട്ട് നമ്മളോട് എല്ലാവരോടും കർത്താവ് നമ്മളോട് സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന. കർത്താവ് നമ്മളോട് എന്താണോ സംസാരിച്ചത് അതിന് നമുക്കൊന്ന് കീഴടങ്ങി കണ്ണുകളടച്ച് കർത്താവ് നമ്മളോട് സംസാരിച്ച ആ വചനത്തിന് നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക്. കർത്താവേ, ലോർഡ്, ഐ കമ്മിറ്റ് മൈസെൽഫ് ടു ദ വേർഡ് ദാറ്റ് ഐ ഹേർഡ് ദാറ്റ് യു സ്പോക്ക് ടു മീ. എന്നോട് അവിടുന്ന് എന്താണോ യേശു സംസാരിച്ച ആ വചനത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണടച്ച്, കുഞ്ഞുങ്ങളും എല്ലാവരും കണ്ണടച്ച് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് കൊടുത്താട്ടെ. കർത്താവേ, അവിടുന്ന് എന്നോട് സംസാരിച്ചല്ലോ, ആ വചനത്തിന് ഞാൻ എന്നെ തന്നെ തരുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ. കർത്താവ്, അവിടുത്തെ വചനം ഞങ്ങളുടെ ആത്മാവിൽ ഒരു വെളിപ്പാടായിട്ടായി തീരട്ടെ. കർത്താവേ, യേശുവേ, ഞങ്ങള് കർത്താവേ, ഭീരത്വത്തിന് ഒരു കണിക പോലും ഇല്ലാത്തവരായിട്ട്, അവിശ്വാസത്തിനും അവിശ്വസ്തയോടും ഒരു കണിക പോലും ഇല്ലാത്തവരായിട്ട് ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അവിടുത്തെ തികഞ്ഞ സ്നേഹം കർത്താവെ, എല്ലാ ഭയത്തെയും, എല്ലാ അവിശ്വസ്തയും അവിശ്വാസത്തെയും എല്ലാം കർത്താവെ പുറത്ത് കളയുന്ന ആ തികഞ്ഞ സ്നേഹത്താല്, കർത്താവെ, ആ പെർഫെക്റ്റ് ലവിനാല്, ആ നിറയുന്ന സ്നേഹത്താല്, നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്താല് പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ, ശക്തിപ്പെടുത്തിയാട്ടെ കർത്താവെ. അതെ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാം ക്രിസ്തുവിൽ, കർത്താവെ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണെന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തോടായിരിക്കാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാട്ടെ. അതെ കർത്താവെ, വിശ്വസ്തയോടായിരിക്കാൻ സഹായിച്ചാട്ടെ. ഞങ്ങൾ ബലഹീനരാണ്, അവിടുന്ന് ബലവാനാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥന ഇടുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എല്ലാം പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണം. വിശ്വാസത്തിൽ ബലപ്പെട്ട് വരുവാൻ, കർത്താവെ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ വേരൂന്നി വളരുവാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന ഇടതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.